കാന്തപുരം എന്താ പറയണം അവിടെ? ഇപ്പൊ കാന്തപുരം പറയണമെന്ന് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ? സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂംബ നൃത്തം ഗവൺമെന്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഈ സാധനം. ഇപ്പം മുഖ്യമന്ത്രി പറയിപ്പിക്കുന്നതാണ്. പച്ചക്ക് വർഗീയത പറയാവോ? അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. ആർക്കും പറയാം. ഇതിപ്പോ ഇതിന് നികുതി വല്ലതുണ്ടോ? ഇന്ന് ഒരാൾ പറയുന്നു, നാളെ വേറെ ആൾ പറയില്ലേ? ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും? ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും. ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും. നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി ചിലത് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി പൊട്ടിത്തെറിക്കുകയാണ് രാഷ്ട്രീയ കേരളം. താൻ ജീവിക്കുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് ഇരുട്ടിൻ്റെ മറപറ്റിയല്ല, നല്ല പകൽ വെളിച്ചത്തിൽ 4 ആളുടെ മുന്നിലാണ്. ഇതാദ്യമായല്ല അദ്ദേഹം ഇത് പറയുന്നതും. ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇന്ന് ഒന്നുകൂടി പറഞ്ഞു SNDP യോഗം ജനറൽ സെക്രട്ടറി, ഞാൻ സംസാരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ്, എന്നെ ഈ കസേരയിൽ ഇരുത്തിയവർക്ക് വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞതെന്താണ്? കേരള സർക്കാർ ചലിക്കുന്നത് കാന്തപുരം പറയുന്നത് പോലെയാണ്. അപ്പുറത്തോ മുസ്ലിം ലീഗ് മലബാറിന് പുറത്ത് സീറ്റ് തേടുന്നു, മുഖ്യമന്ത്രി പദമാണ് ലക്ഷ്യം. അദ്ദേഹത്തെ കൊണ്ടത് പറയിച്ചതാരാണ്? സ്കൂൾ യൂണിഫോമും സൂംബ ഡാൻസും സ്കൂൾ സമയമാറ്റവും അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ വിരട്ടലിൽ വഴങ്ങിയ സർക്കാരല്ലേ? വിരട്ട് വേണ്ടെന്ന് വീമ്പിളക്കിയ ശേഷം സമസ്താപരാധം പറഞ്ഞ് തലയൂരിയ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? വെള്ളാപ്പള്ളി പറയുന്നത് പച്ച വർഗീയതയാണെന്നാണ് വിമർശനം. പറയുന്നത് ആരാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, പാർട്ടി മുഖപത്രം ചന്ദ്രിക, സുന്നി യുവജന സംഘം. VD സതീശൻ പറയുന്നത് ഇത് പിണറായി പറയിക്കുന്നതാണെന്നാണ്. CPM ഇതുവരെ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. പകരം ഒരു ഉപദേശമാണ്. SNDP യോഗം മുന്നോട്ട് പോകേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാണ് എന്ന്. എഡിറ്റേഴ്സ് ചോയ്സ് പരിശോധിക്കുന്നു, വെള്ളാപ്പള്ളി തുറന്നുവിട്ട ഭൂതം വിറപ്പിക്കുന്നത് ആരെയൊക്കെ? നമുക്കൊപ്പം TP ജയചന്ദ്രൻ മാസ്റ്റർ BJP, റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകനെ പ്രതീക്ഷിക്കുന്നു, അഡ്വക്കേറ്റ് K രാംകുമാർ നിയമവിദഗ്ധൻ, N ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ശ്രീ CVM വാണിമേൽ മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ CVM വാണിമേലിലേക്ക്. മാഷേ, പച്ച വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്നാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇന്ന് രാവിലെ ചന്ദ്രികയുടെ മുഖപ്രസംഗവും ഇതുതന്നെയായിരുന്നു. ഒടുവിൽ ശ്രീ VD സതീശൻ പറഞ്ഞു, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന വർത്തമാനം പറയിപ്പിക്കുന്നത് പിണറായി വിജയൻ ആണെന്നാണ്. അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറയേണ്ടി വന്നത്? ആദ്യമായിട്ട് PK കുഞ്ഞാലി സാഹിബ് പറഞ്ഞത് ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല, കേരളീയ സമൂഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഇങ്ങനെ പറയരുതായിരുന്നു. കാരണം എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ബോധ്യപ്പെടുത്തണം. ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ താലോലിച്ച് തനിക്ക് വല്ലതും നേടാൻ ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? തെരഞ്ഞെടുപ്പ് വരുമ്പോ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുക, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാവിധ സംസ്കാരവും കാറ്റിൽ പറത്തി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് സത്യത്തിൽ രാജ്യദ്രോഹമായി കാണേണ്ടതാണ്, വെറും വർഗീയമായിട്ട് മാത്രമല്ല. കേരളത്തിൽ ഇത് വിലപ്പോവില്ല. അദ്ദേഹം
നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മുമ്പ് ഒരു പ്രസ്താവന നടത്തി, വളരെ വിഷലിപ്തമായ പ്രസംഗം. എന്താ ലക്ഷ്യം? ഹൈന്ദവർ കൂടുതൽ വോട്ടർമാരായിട്ടുള്ള നിലമ്പൂരിൽ ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു. എന്താ സംഭവിച്ചത്? കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് പ്രിയങ്കരനായ ബഹുമാന്യനായ വെള്ളാപ്പള്ളി പഠിക്കണം. അവരേതെങ്കിലും ഒരു മതത്തിന്റെ പിന്നാലെ അന്ധമായി പോകുന്നവരല്ല. ജാതീയത പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചാൽ വോട്ട് കൊടുക്കുന്നവരുമല്ല. നമ്മൾ സാക്ഷരത കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സാക്ഷരീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്, വെറുതെ പറയുകയല്ല. ആ സാക്ഷരത തിരഞ്ഞെടുപ്പിലും വർത്തമാനങ്ങളിലും സംബോധനങ്ങളിലും യോഗങ്ങളിലുമൊക്കെ പ്രകടമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയുടേത് വിഷലിപ്തമായ ഈ പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്കെന്ന് മാത്രമല്ല കേരളീയ സമൂഹത്തിന് ഒരിക്കലും അങ്ങയുടെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങയിലേക്ക് വരാം, സമയം തരാം. വെള്ളാപ്പള്ളി പറഞ്ഞത് കൂടി അങ്ങ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സമീപകാലത്ത് ചില പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മുതിർന്നിരുന്നു. 1, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. 2, സ്കൂളിൽ വ്യായാമത്തിനായി സൂംബ ഡാൻസ്. 3, സ്കൂൾ സമയത്തിൽ ചെറിയൊരു മാറ്റം, കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സമയം വേണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നത്. 3ലും പ്രഖ്യാപിച്ച ശേഷം പിന്നോട്ട് പോകേണ്ട അവസ്ഥ. അതുണ്ടാക്കിയത് സമസ്ത ചെലുത്തിയ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെ. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ടല്ലേ കാന്തപുരം പറയുന്നത് പോലെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക്. മാസ്റ്റർ, താങ്കൾക്ക് പ്രതികരിക്കാം. പ്രദീപേ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ചില ആളുകൾ വളരെ അസ്വസ്ഥരാകുന്നത്? ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ പണ്ടത്തെ രാഷ്ട്രീയ വിഷയങ്ങളോട് പ്രതികരിച്ചിരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. എങ്കില് സമീപകാലത്ത് നമ്മൾ കാണുന്നത് കേരളത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ തടച്ചു വെച്ചുകൊണ്ട് മറികടന്നുകൊണ്ട്. മാസ്റ്റർ, ഞാൻ മാസ്റ്ററിലേക്ക് മടങ്ങി വരും. ഓഡിയോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. PCR അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അഡ്വക്കേറ്റ് രാംകുമാർ സാറിലേക്ക് പോവുകയാണ്. TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് തിരിച്ച് വേഗം എത്താം. രാംകുമാർ സാർ, അങ്ങയുടെ വിലയേറിയ അഭിപ്രായം കാക്കുന്നു കേരളം, മലയാളികൾ. വെള്ളാപ്പള്ളി നടേശൻ ഗതികെട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈഴവരുടെ പേര് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഈഴവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. 1. 2, ഈഴവർ രാഷ്ട്രീയ ശക്തിയാവണം. കാര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റുകയാണ് ചിലർ. രാംകുമാർ സാർ, അങ്ങയുടെ അഭിപ്രായം, വിലയിരുത്തൽ. നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ ഒരു പറച്ചിലുണ്ട്, 2 കാലിൽ മന്തുള്ള ആള് ഒറ്റക്കാലിൽ മന്തുള്ള ആളെ മന്ത എന്ന് വിളിച്ച് കളിയാക്കുന്നു. ഈ പറച്ചിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെക്കുറിച്ച് ചില വിചിത്ര സംഘടനകളും വ്യക്തികളും അഭിപ്രായം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. ഈ പറയുന്നവരാരാണ്? രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷവും ആ രാഷ്ട്രീയ പ്രസ്ഥാനം അതേ പേരിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ ശക്തികളുണ്ട് ഇവിടെ. ഇന്ത്യയിൽ എൻ്റെ അറിവിൽ മതത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് മതചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അംഗീകാരം നേടിയ ഏക കക്ഷി നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മാത്രമല്ല, മത നേതാക്കന്മാരെ മാത്രമേ ആ സംഘടന ഇതുവരെ അധ്യക്ഷ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തിലും മറ്റ് വിവിധ ഭാഗങ്ങളിലും സാക്ഷാൽ ജവഹർലാൽ നെഹ്റു വന്ന് പറഞ്ഞത് ലീഗ് ചത്ത കുതിരയാണ് എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ ഗതികേടുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി, ഇടം കാണാൻ വേണ്ടി ആ സംഘടനയുമായി കീഴടങ്ങിയിരിക്കുകയാണ്.
ഞാൻ വിളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബി ടീമാണ്. 10 ജൻപത്ത് ഡൽഹിയിൽ നിന്ന് കൽപ്പന ഇൻഡാസുകൾ പുറപ്പെടുവിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് ഇൻഡാസുകൾ വരുന്നത് പാണേക്കാട്ട് തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. പാണേക്കാട്ട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും മലബാർ പ്രദേശത്തുകാരനാണ്. മലബാർ പ്രദേശത്തും കേരളത്തിലെ ആകമാനവും ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടാണെങ്കിലും ഒരു അനുചിതമായോ ഭംഗികേടായോ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന ഇന്ന് വരെ ഇറക്കി കണ്ടിട്ടില്ല. വളരെ മാന്യമായ അധ്യക്ഷ സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. മാത്രമല്ല വർഗീയമായ ഒരു വിചാരം പോലും അദ്ദേഹം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടന ഉണ്ടാക്കാൻ നമ്മുടെ ഭരണഘടന പരിപൂർണമായ അവകാശം കൊടുക്കുന്നുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ രാജ്യവിഭജനം നടത്തിയ ശേഷം ഏറ്റവും അധികം വിദ്വേഷത്തിൻ്റെ വിത്ത് 47-ൽ പാകിയ ഒരു സംഘടന ഇന്ന് മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ കേരളം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് പ്രതികരിക്കുക കാണുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ചില സംശയങ്ങൾ തോന്നും. മലപ്പുറം ആരെങ്കിലും തറവാട്ട് സ്വത്താണോ? ഞാനും ആ ജില്ലയുടെ മാന്യമായ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ നാട്ടിൽ വർഗീയ ചിന്തകളില്ല. എൻ്റെ നാട് മൊയ്ത് മൗലയുടെയും കേളപ്പൻ്റെയും ഒക്കെ പ്രവർത്തന മണ്ഡലമായിരുന്നു. മാമാങ്കം നടക്കുന്ന അടുത്താണ് എൻ്റെ തറവാട് വീട്. അവിടെ ഇന്ന് വരെ മുസ്ലിം ലീഗിന് കൊടികുത്താൻ പറ്റിയിട്ടില്ല. കോൺഗ്രസിൻ്റെ സഹായമുണ്ടായിട്ടും EK എംപിച്ച് ബാവ, പാലടി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരുടെ പ്രവർത്തന രംഗമാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ അങ്ങനത്തെ നാട്ടിൽ പോലും ചെയ്യാത്ത ആളുകൾ മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അതിൻ്റെ മെച്ചങ്ങൾ അനുഭവിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ചരിത്രപരമായി സത്യമല്ലേ? അതിലെന്താ തെറ്റുള്ളത്? ഇത് മുമ്പ് VS അച്യുതാനന്ദൻ പറഞ്ഞതല്ലേ? അന്ന് അച്യുതാനന്ദൻ തന്നെ വർഗീയവാദിയായിട്ട് ആരും ചിത്രീകരിച്ച് കണ്ടില്ലല്ലോ. മലപ്പുറം എന്ന് പറഞ്ഞ വർഗീയമാണോ? ആണെങ്കിൽ ആ ജില്ലക്കാരനായ എനിക്ക് പോലെ അവമാനമാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് വർഗീയത വിത്ത് പാകാൻ ആര് ശ്രമിച്ചിട്ടും നടക്കാത്ത സ്ഥലമാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണം. പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർ മറ്റ് സ്ഥലത്തുള്ള പോലെ തന്നെ പരോപകാരികളാണ്, ധർമ്മിഷ്ഠരാണ്, ഈശ്വരവിശ്വാസികളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവരെ വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. അത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നടക്കും. മലപ്പുറം ജില്ലയുടെ ചില ഭാഗത്ത് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പ് പോലും വെള്ളിയാഴ്ച കന്നിറക്കുന്നതിന് നിരോധനമുണ്ടായിരുന്നു. പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട കൂലിക്കാരെ പാടത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഈ പാരമ്പര്യം ഭാഗ്യവശാൽ മലപ്പുറം ജില്ലയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാന്യമായ ഭാഗത്തില്ല. അവിടെ അത് ചിലവാവില്ല. കാരണം ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഇതാണ്. മുസ്ലിം വ്യക്തിപരമായി മുസ്ലിങ്ങളെപ്പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ അവരെ വഴിതെറ്റിച്ച് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണ്, അവർക്ക് ഭാവിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭിന്നിപ്പ്. രാംകുമാർ സാർ, അങ്ങ് പറഞ്ഞ പോയിന്റ് ഞാനൊന്ന് ശ്രീ CVM വാണിമേലിനോട് ചോദിക്കട്ടെ. അങ്ങ് ഇതൊക്കെ പറഞ്ഞല്ലോ ശ്രീ CVM വാണിമേൽ, എന്താണ് ചൂണ്ടിക്കാട്ടിയത്? ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞ പോലെ എന്താണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയത്? എന്താണ് ഈ ഓരോ പരിഷ്കാരവും സമസ്തയുടെ, മുസ്ലിം ലീഗിൻ്റെ, ഏതാനും ചില മതപണ്ഡിതരുടെ നിർദ്ദേശമനുസരിച്ച് അവർ നൽകുന്ന തിട്ടൂരം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്നത്? ആരാണ് വിഭാഗീയ ചിന്ത ഉണ്ടാക്കുന്നത്? ആരാണ് വെള്ളിയാഴ്ചകളെ പറ്റി ഇത്രയധികം വേവലാതിപ്പെടുന്നത്? മറ്റാഴ്ചകളില്ലേ നമ്മുടെ ലോകത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സ്കൂളുകളിൽ?
ആരാണ് വിഭാഗീയത സൃഷ്ടിക്കുന്നത്? ആരാണ് വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്? ഒരു സ്കൂൾ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ അല്ലേ ശ്രീ രാംകുമാർ സാറ്? ഏകോദര സഹോദരങ്ങളെ പോലെ അവിടുത്തെ മുസ്ലിംകളും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന സ്ഥലത്ത് ഈ കച്ചവടമായി ഇറങ്ങുന്നത് ഏതാനും ചില പണ്ഡിതന്മാരുടെ, ഏതാനും ചില നേതാക്കന്മാരുടെ അധികാര ദുർമോഹത്തിനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി അവരെ കബളിപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റുകയല്ലേ? അങ്ങ് എങ്ങനെ മറുപടി പറയുന്നു ശ്രീ CVM വാണിമേൽ? താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് രാംകുമാർജിയുടെ ചില ചരിത്രപരമായ മണ്ടത്തരങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം ലീഗ് ഒരു മത പാർട്ടിയല്ല. ഇസ്ലാമികമായി രൂപീകരിക്കപ്പെട്ട ഒരു മത പാർട്ടിയല്ല മുസ്ലിം ലീഗ്. പേരുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഹിന്ദു എന്നൊരു പത്രമുണ്ട്, ആ പത്രം ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ചന്ദ്രിയ എന്നൊരു സോപ്പുണ്ട്, മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല ചന്ദ്രിയക്ക്. പേരിലാണ് പ്രശ്നമെങ്കിൽ ആ പേര്, മുസ്ലിം എന്ന പേര്, ഇസ്ലാം എന്ന പേര് ലോകത്തില് ധർമ്മവും നീതിയും നടപ്പിലാക്കാൻ മനുഷ്യരെ പാകപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം ഞാൻ നിഷേധിക്കുകയാണ്. ഞാൻ പറയുന്നു, അടിസ്ഥാനപരമായി തന്നെ പറയുകയാണ്, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രവിരുദ്ധമായോ തീവ്രവിധമായോ പ്രവർത്തിച്ചുവെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഒരു സംവാദത്തിന്, ഇന്നലെ മറ്റൊരു ദിവസത്തേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരാൾക്കും, ഒരു സാധാരണ പ്രവർത്തകൻ പോലും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ വർഗീയതക്കോ കൂട്ടുപിടിച്ചതായി, പിന്തുണ നൽകിയതായി, സഹായിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടില്ല, ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, രാഷ്ട്രീയ പാർട്ടിയിൽ കഴിഞ്ഞിട്ടില്ല. ഇനി തങ്ങൾ പറയുന്ന രണ്ടാമത്തെ മറുപടി പറയാം. ഇവിടെ പിണറായി വിജയന്റെ സർക്കാർ എന്ത് ചെയ്തു എന്ന് നോക്കലല്ല ഞങ്ങളെ പണി. അദ്ദേഹം ആർക്കൊക്കെ വൈപ്പെട്ടു നോക്കേണ്ട ആവശ്യം നമുക്കില്ല. കാന്തപുരം പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാന്തപുരം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് പിണറായി സ്വീകരിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട പിണറായിയോടാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിച്ചിരിക്കുന്നത് മറ്റുള്ള മതന്യൂനപക്ഷങ്ങളെ അപകടപ്പെടുത്താനോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ അവരുടെ അവകാശങ്ങൾ അവിഹിതമായി നേടിയെടുക്കാനോ അല്ല. ഈ രാജ്യത്ത് പിറന്ന മനുഷ്യർ, പൗരാവകാശമുള്ള മനുഷ്യർ, പൗരന്മാർ, അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനാണ് അവർ ഒന്നിച്ചിരിക്കുന്നത്. അവരോടൊപ്പം ഈയവരുണ്ട്. അതുകൊണ്ട് CH മുഹമ്മദ് സാഹിബ് അധികാരത്തിലെത്തിയപ്പോ എന്താ സംഭവിച്ചത് അറിയാമല്ലോ. നാടാർ ഈഴവ മുസ്ലിം സമുദായത്തിന് സ്കോളർഷിപ്പ് നൽകി. CH മുഹമ്മദ് സാഹിബ് ഭരിച്ചപ്പോൾ മാത്രമാണ്, അതിനുശേഷം ഉമ്മൻചാണ്ടിയും ആന്റണിയും ഭരിക്കുമ്പോൾ മാത്രമാണ് ഈഴവർക്ക് സ്കൂളുകളും കോളേജുകളും കിട്ടിയത്. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്, പിണറായി വിജയയുടെ 9 വർഷത്തെ ഭരണത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ ഈഴവർക്ക് ലഭിച്ചിട്ടുണ്ടോ? SNDP ലഭിച്ചിട്ടുണ്ടോ? മറുപടി പറയേണ്ടതുണ്ട്. നടേശനും പറയുന്നത് ശ്രീ CVM വാണിമേൽ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെയും പരാതി. പറയൂ. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ പരാതി എന്ന് ഞാൻ പറഞ്ഞതാണ്. മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു മുസ്ലിം സംഘടനയല്ല. അതിൽ മതേതരത്വവാദികൾ ഒരുപാടുണ്ടെന്ന് അറിയാഞ്ഞിട്ടാണ്. മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ആദിവാസി പിന്നോക്ക ജാതിക്കാരുണ്ട്, പട്ടികജാതി വർഗക്കാരുണ്ട്. ഒരുപാട് തിരഞ്ഞെടുത്താൻ തയ്യാറാണ്. ഒന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചോദ്യം മറുപടി പറയാൻ ഞാൻ, ഇവിടെ നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ അതിനെ ശബ്ദിക്കുക എന്നത് പൗരന്റെ അവകാശമാണ്. അത് വരുന്ന ഏതൊരു മതസംഘടനയുടെ രൂപത്തിലാണെങ്കിൽ അത് എന്താ അന്യായമുള്ളത്? അത് സമ്മർദ്ദമില്ല, സ്വാഭാവികമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് സർഗാത്മകതയിലൂടെ, സംവാദത്തിലൂടെ, പോരാട്ടം വാളും തോക്കും എടുത്തല്ല. ഞങ്ങൾ സംഘടിപ്പിക്കുന്നു, പ്രകടനം സംഘടിപ്പിക്കുന്നു, നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, വാഗ്വാദങ്ങൾ സംഘടിപ്പിക്കുന്നു, നിവേദനങ്ങൾ നൽകുന്നു. അങ്ങനെയാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. ആ നേടിയെടുക്കുന്ന അവകാശങ്ങൾ ഇക്കാലമത്രയായിട്ട് ഒരാളും അത് അവിഹിതമായെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയുടെ എന്ത് എന്നത് രഹസ്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആവർത്തിച്ചു പറയാണ്, അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ CVM വാണിമേൽ, അങ്ങിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ടായത്. അങ്ങേക്ക് തുടരാം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എന്തിനാണ് ഇങ്ങനെ വർഗീയ സംഘടന എന്ന് വിളിക്കുന്നത്? അവർ ചെലുത്തുന്ന സമ്മർദ്ദം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പറയുന്നത് ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല. മാസ്റ്റർ, എന്റെ ശബ്ദം വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തമാണ്. നോക്കൂ,
ഈ രാജ്യത്ത് സമരസതയോടെ ജനങ്ങൾ ജീവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷവിത്ത് വീഴ്ത്തിയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ മിസ്റ്റർ വാണിമേലിന് മാത്രമേ സംശയമുണ്ടാവുകയുള്ളൂ. 1906 മുസ്ലിം ലീഗ് രൂപപ്പെട്ടപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ കൃത്യമായും വ്യക്തമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ഭീതിപ്പെടുത്തിയ പ്രവർത്തനം രാഷ്ട്ര വിഭജനമായിരുന്നു. ഈ നിമിഷം വരെ കേരളത്തിലെ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ, വാണിമേൽ അടക്കം ഞാൻ ചോദിക്കുന്നു, രാഷ്ട്ര വിഭജനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയത് തെറ്റാണ് എന്ന് തുറന്നു പറയാൻ താങ്കൾ തയ്യാറാകുമോ? 1906 നിന്നും വിഭിന്നമായ ഒരു സംഘടനയാണ് ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം ലീഗ് എന്ന് പറയാൻ താങ്കൾ തയ്യാറാകുമോ? താങ്കൾ ഒരു കാര്യം പറഞ്ഞു, മുസ്ലിം ലീഗിൽ നിരവധി മതേതര നേതാക്കന്മാരുണ്ട്, നിരവധി ദളിത് നേതാക്കന്മാരുണ്ട്. ഉണ്ട് സർ. റിസർവേഷൻ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയപ്പോൾ കോഴിക്കോട് ജില്ലയിലെ താങ്കളും കൂടി ജീവിക്കുന്ന കുന്നമംഗലത്ത് രാമനെ പരീക്ഷിച്ചു. പിന്നീട് നമ്മൾ അടുത്ത കാലഘട്ടം മറ്റൊരാളെയും പരീക്ഷിച്ചു. ഇതല്ലാതെ കേരളത്തിലെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റില്, നോൺ റിസർവേഷൻ സീറ്റില് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളല്ലാത്ത എത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്? നേരത്തെ വിജയിച്ച പാരമ്പര്യമുള്ളവരല്ലാത്ത ഒരാളുടെ പേര് വാണിമേൽ ചൂണ്ടിക്കാണിക്കുമോ? നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചത്, രാജ്യത്തിലെ രാഷ്ട്രീയ വിഷയത്തോട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷെ സമീപകാലങ്ങളിൽ നമ്മൾ കാണുന്നത് സർക്കാർ തീരുമാനങ്ങളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോടുള്ള വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് ആ സ്ഥാനം മത സാമുദായിക സംഘടനകൾ ഏറ്റുപിടിക്കുകയും മുസ്ലിം ലീഗ് അവർക്കൊപ്പം ചേർന്ന് പിന്നണി പാടുകയും ചെയ്യുന്നു. നോക്കൂ, വാണിമേലിന് അറിയാമല്ലോ, കോഴിക്കോട് ബാലുശ്ശേരി ഹൈസ്കൂളില് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ഒരു വസ്ത്രം കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു ബാലുശ്ശേരി പ്രകടനം നടത്താൻ മുൻപന്തിയിൽ നിന്നത്? ശ്രീ വാണിമേൽ. എന്തായിരുന്നു? സ്ത്രീയും പുരുഷനും ഒരേ വസ്ത്രം ധരിക്കുന്നതിൽ ഏത് മതേതര സങ്കല്പത്തിന്റെ വിശുദ്ധതയാണ് അല്ലെങ്കിൽ വിരുദ്ധതയാണ്? ഒരു വിദ്യാലയത്തിലെ ആണും പെണ്ണും ഒരേ രീതിയിലുള്ള വസ്ത്രധാരണം നടത്തുന്നതിൽ എവിടെയാണ് തെറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? രണ്ടാമത് മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞു. നോക്കൂ, കേരളത്തിലെ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടു. ഏതുപോലെയാണോ ഹിന്ദു സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ PSCക്ക് വിട്ടത്, വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ PSCക്ക് വിട്ട് ആ നടപടിയെ ഗവൺമെന്റ് പിൻവലിക്കരുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത്. എന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വെള്ളിയാഴ്ച പരീക്ഷ നടത്തുന്ന ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് കേരളത്തിൽ വെള്ളിയാഴ്ച പരീക്ഷ നടത്തുന്നതിന് വിലക്ക് വന്നു തുടങ്ങിയത്? എന്താണ് ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങൾക്കില്ലാത്ത എന്ത് വൈജാത്യമാണ് വെള്ളിയാഴ്ചകൾ ഉണ്ടായത്? ഇതിനെതിരായി പ്രക്ഷോഭം നടത്തി വന്നത് ആരാണ്? കേരളത്തിലെ കുട്ടികൾക്ക് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂംബ ഡാൻസിനെ കുറിച്ച് ആരുടെ ഭാഗത്തു നിന്നാണ് വിലക്കുണ്ടായി വന്നിരിക്കുന്നത്? ആരാണ് അതിനെ എതിർക്കാൻ വന്നിരിക്കുന്നത്? സ്കൂൾ സമയമാറ്റത്തെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഓണത്തിന്റെയും ക്രിസ്തുമസിന്റെയും അവധി വെട്ടിച്ചുരുക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം, വാണിമേൽ സാറേ, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവധി ദിവസം വേണം എന്നാവശ്യപ്പെടുന്നതിനെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് കൂടി വർദ്ധിപ്പിച്ചു തരണം. പകരം ഓണത്തിന്റെയും ക്രിസ്തുമസിന്റെയും അവധി വെട്ടിച്ചുരുക്കണം എന്ന് അവകാശപ്പെടുന്നതിന്റെ പുറകുള്ള വികാരം എന്താണ്? ഈ കേരളത്തിൽ ഇന്നേ വരെ വെള്ളിയാഴ്ചകളിൽ കുട്ടികൾക്ക് അല്പസമയം ആരാധനയ്ക്ക് അനുവദിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഇതര സമുദായം ഇത്തരത്തില് അപകടകരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ആരംഭിക്കുമ്പോഴത്തേക്കും അവരെ സംഘികളായും അവരെ വർഗീയവാദികളായും ചിത്രീകരിക്കുകയും ഒരു മതത്തിന്റെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെടുകയും ഒരു മതത്തിന്റെ ആധ്യാത്മിക ആചാര്യൻ കുടുംബത്തിൽ പിടന്നവർക്ക് മാത്രം നേതൃത്വം നൽകുകയും റിസർവേഷൻ സീറ്റുകളിൽ ഒഴികെ ജാതിയും മതവും നോക്കി ജാതി മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വർഗീയമായ വിഷയങ്ങളിൽ ഒരു മതപരമായ ചായ്വോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെയും അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ സ്വീകാര്യം ലഭിക്കുന്നു? ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസും ഒപ്പം ശ്രീകുമാർ സാറും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരാം. കാര്യം ജയചന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇടവേളയിലേക്ക് പോയത്. ജയചന്ദ്രൻ മാഷ് അങ്ങ് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയായിരുന്നു. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞു? അങ്ങ് കേരളത്തിലെ സോഷ്യോ ഇക്കണോമിക് സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുകയായിരുന്നു. തുടരാം. നോക്കൂ,
കേരളത്തിലെ സോഷ്യോ എക്കണോമിക് പശ്ചാത്തലത്തെക്കുറിച്ച് പഠിച്ച 2 പഠന റിപ്പോർട്ടുകൾ ഞാൻ മാണിമേൽ സാറിന്റെ മുമ്പാകെ വെക്കുന്നു. ഒന്ന്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അങ്ങേയറ്റം എതിർക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2006 പഠിച്ചു പുറത്തിറക്കിയ പുസ്തകം നമുക്കിന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ആ കേരള പഠനത്തില് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥിതി വിവര കണക്കുകൾ വളരെ കൃത്യമായിട്ട് ആ പുസ്തകത്തിലെ പേജ് 8, 34, 48, 52, 54 പേജുകളിൽ വളരെ സവിസ്തരമായിട്ട് ഭൂസ്വത്തിന്റെ ഉടമസ്ഥാവകാശം, വ്യാവസായിക സ്ഥാപനങ്ങളുടെ എണ്ണം, പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വാണിജ്യ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥാവകാശം, കേരളത്തിലെ വിദേശ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അവിടെ നിന്നും ആ ഓരോ വിഭാഗം ആളുകളും കേരളത്തിലേക്ക് അയക്കുന്ന വിദേശ നാണയത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിഷത്ത് അച്ചടിച്ചിറക്കിയ പുസ്തകത്തിൽ വളരെ കൃത്യമായി പരിഷത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥയ്ക്ക് അസമത്വങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് സാധാരണ സമുദായങ്ങളിൽ നിന്നും വിഭിന്നമായി ചില പ്രത്യേകതരം ആളുകൾ വളരുന്നു, വികസിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരു സാമുദായിക സംഘടനാ നേതാവ് ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥയുടെ കാര്യകാരണങ്ങളെ കാണുകയും അർഹതപ്പെട്ടവരുടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സമത്വത്തിനു വേണ്ടിയുള്ള നടപടികൾ നിർദ്ദേശിക്കുകയുമല്ലേ ചെയ്യേണ്ടത്. രണ്ടാമത് നോക്കൂ, 18 വർഷം മുമ്പ് നടന്ന പരിഷത്തിന്റെ പഠനമാണ്. അവിടുന്ന് വീണ്ടും എന്തൊക്കെ ഉണ്ടായി എന്ന് AK ആന്റണിയുടെയും മറ്റു പലരുടെയും ഒക്കെ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത് 2016 CDSന് വേണ്ടി ലോകത്തെ ഏറ്റവും പ്രശസ്തനായ സോഷ്യോ എക്കണോമിക് വിദഗ്ധനും ലോക ബാങ്കിന്റെ ഡെമോഗ്രാഫറുമായ KC സക്കറിയ അദ്ദേഹം ദീർഘകാല പഠനത്തിലൂടെ പഠിച്ചു പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ചേഞ്ചിങ് കേരള 2016. അതിൽ അദ്ദേഹം കണക്ക് നിരത്തി പറയുന്നു, കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ഉണ്ടായ പരിവർത്തനമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചേഞ്ചിങ് കേരള എന്നാണ് അദ്ദേഹം അതിന് പുസ്തകത്തിലിട്ട പേര്. അതിൽ ഏറ്റവും മോശം വീടുകളിൽ താമസിക്കുന്നവരുടെ ശതമാനം, ഏറ്റവും കാറ്, ബൈക്ക്, ഫോണ്, TV, കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വീടുകളുടെ എണ്ണം, റെഡ് റേഷൻ കാർഡ് അഥവാ BPL കാർഡ് കൈവശം വെക്കുന്ന സാമുദായികമായ നമ്പറുകളുടെ എണ്ണം, വികസന സൂചികയിലുണ്ടായ വ്യത്യസ്ത സമുദായങ്ങളുടെ താരതമ്യം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ 12% സംവരണത്തിന് വേണ്ടിയും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ മറ്റു പലരും താഴത്തേക്ക് പോയപ്പോൾ എല്ലാവരും നമുക്ക് യൂണിഫോം ഗ്രോത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം താഴ്ചയാണെങ്കിൽ നമുക്ക് പറയാം അത് കേരളത്തിന്റെ പൊതുവായ കുഴപ്പമാണ് എന്ന് പറയാം. പക്ഷെ നോക്കൂ, ഞാൻ ആ കണക്കുകൾ വായിക്കാത്തത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട വേണമെങ്കിൽ ഞാൻ പുറത്തുവിടുന്ന എനിക്ക് വിഷമമൊന്നുമില്ല. മുമ്പിൽ ഞാൻ പറയുന്നത് KC സക്കറിയ പഠിച്ചു പുറത്തിറക്കിയ പുസ്തകമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠിച്ച് ഗവേഷണം നടത്തി ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ അവർ പഠിച്ചു പുറത്തിറക്കിയ പുസ്തകമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇത്തരത്തിൽ അസന്തുലിതമായി വികസിക്കപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാവുകയും രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട കൈപിടിച്ചുയർത്തേണ്ട സമുദായങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി, പട്ടികവർഗ, വനവാസി, പിന്നോക്ക വിഭാഗങ്ങൾ താഴത്തേക്ക് പോവുകയും അവരെ സംവരണത്തിൽ വെള്ളം ചേർക്കപ്പെടുകയും അവർ സൈഡ്ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ സാമൂഹ്യപരമായി മുന്നേറ്റമുണ്ടാകുന്ന ആളുകൾ സംഘടിത വോട്ട് ബാങ്കിന്റെ ബലത്തിൽ തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുമെന്ന് ഭീതിപ്പെടുത്തുകയും അത്തരം ഭീതിപ്പെടുത്തലുടെ മുമ്പിൽ നിശബ്ദമാവുകയും ചെയ്യുന്നതിന് പഠിക്കേണ്ടതല്ലേ. നോക്കൂ, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ അവർ മൗനം പാലിക്കുകയും സർക്കാർ സർവീസിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ അവർ കേരളത്തിൽ പൊള്ളുന്ന പല യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നതിനെയും നമ്മൾ എങ്ങനെ കാണണം? അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണത്തിന്റെ പിൻബലത്തിൽ, സംഘടിതമായ വോട്ട് ബാങ്കിന്റെ ശക്തിയുടെ പിൻബലത്തിൽ കേരളത്തിൽ അർഹതപ്പെട്ട പല സമുദായങ്ങളെയും അടക്കി വാഴുന്നു എന്നുള്ള വാക്കുകളെ, വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ നമുക്ക് ഡാറ്റകൾ വെച്ച് ലംഘിക്കാം, വെള്ളാപ്പള്ളിയുടെ തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, വെള്ളാപ്പള്ളി കാണിക്കുന്ന വിഡിത്തത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാം. പകരം ഇന്ന് നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ ആക്രമിക്കുകയല്ലേ ഉണ്ടായത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കള്ളക്കടത്തുകൾക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ലഭ്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ വിജയനെ നമ്മൾ കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം നേരിട്ടത് എങ്ങനെയാണ്? പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അദ്ദേഹത്തിന്റെ പോരായ്മകൾ നമുക്ക് പറയാം. പക്ഷേ അതിനു പകരം ഇവിടെ നേരത്തെ ആരോ പറഞ്ഞ മാതിരിയിൽ
ചില ജില്ലകൾ ആർക്കോ തിട്ടൂരം കിട്ടിയതാണ്, ആർക്കോ സ്ത്രീധനം കിട്ടിയതാണ് എന്ന മട്ടിൽ, ചില പ്രദേശങ്ങൾ ചിലർക്കൊക്കെ അവകാശപ്പെട്ടതാണ് എന്ന മട്ടിൽ മതേതരത്തെക്കുറിച്ച് വായ്ത്താരി പറയുകയും പകരം ഇത്തരം കാര്യങ്ങളിൽ എത്തുമ്പോൾ ഇത് ഞങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടിയ അവകാശാധികാരങ്ങളുള്ള പ്രദേശമാണ് എന്ന് പറയുന്നതിനെ ഭയപ്പെടുത്തലല്ലേ കാണേണ്ടത്? ഈ ഭയപ്പാടല്ലേ വെള്ളാപ്പള്ളി പങ്കുവെച്ചത്? ഈ ഭയപ്പാട് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം ഒരു സമുദായ നേതാവല്ലേ? ആ സമുദായ നേതാവിന് തന്റെ സമുദായം അനുഭവിക്കുന്ന വസ്തുതകളുടെയും ഡാറ്റകളുടെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി നിഷ്പക്ഷമാക്കുന്നതിനുള്ള സംഘടിതമായ ഒരു മുന്നേറ്റത്തെ ചെറുക്കേണ്ടതല്ലേ കേരളം? സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങയിലേക്കാണ്. അങ്ങ് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനറൽ സെക്രട്ടറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുകയല്ല. അദ്ദേഹം താൻ ജീവിക്കുന്നത്, താൻ പ്രവർത്തിക്കുന്നത് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് തുറന്ന് പരസ്യമായി പകൽ വെളിച്ചത്തിൽ ആൾക്കാരുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. 3, ഈഴവർ നേരിടുന്ന വിവേചനം അല്ലെങ്കിൽ അനീതിയെക്കുറിച്ച് നിരന്തരം പറയുന്ന ഒരാളാണ്. 4, അദ്ദേഹം പിണറായി വിജയൻ്റെ സുഹൃത്താണ്. എന്നിട്ടും, മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരുന്നിട്ടും ഇടതു ഭരണം പോകുന്നത്, ഇടത് സർക്കാർ ഭരിക്കുന്നത് കാന്തപുരം പറയുന്നത് പോലെയാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഈഴവരോട് നിങ്ങൾ സംഘടിക്കണം, രാഷ്ട്രീയ ശക്തിയാവണം, അല്ലെങ്കിൽ ഇല്ലാതായി പോകും എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു നേതൃസംഗമത്തിൽ SNDP യോഗത്തിൻ്റെ. അതിന് അദ്ദേഹത്തെ കടിച്ചു കീറുകയാണെന്ന്. മറ്റൊന്ന്, ഇനി സർക്കാർ നടപടിയെടുക്കണം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ശ്രീ റെജി ലൂക്കോസ്. ഇവിടെ സമീപ കാലത്തൊന്നും സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനോട് ഇത്രയ്ക്ക് നിന്ന കാണിച്ച ഒരു സമുദായ നേതാവോ ഒരു വ്യക്തിയോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകിയ, ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശങ്ങൾ? ജാതി ചോദിക്കരുത്, പറയരുത്, ഒരു ജാതി ഒരു മതം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. ഇതെല്ലാം പറഞ്ഞ് നവോത്ഥാന കാലത്തിന്റെ നവോത്ഥാന നായകരിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതെന്നാണോ? അതിനെതിരെ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബാധ്യതയെ മാറിയിരിക്കുകയാണ് SNDP യോഗത്തിന്റെ പ്രസിഡന്റ് പദത്തിലിരിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ഇതിനുള്ള ആദ്യത്തെ മറുപടി. രണ്ടാമത്, വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് വെച്ച് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ പരിഷ്കൃത കേരളീയ സമൂഹത്തിന് അപമാനമായ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 2-3 വാക്യങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയും കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ താൻ ആരുടെ അനുയായിയാണെന്ന് അവകാശപ്പെടുന്ന ആ ഗുരുദേവനെതിരെയുള്ള കടുത്ത ഒരു അനീതിയുമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടക്കുന്നത്. അതുപോലെ തന്നെ സൂംബ ഡാൻസിന് മുമ്പിൽ മുട്ടുമുടക്കി, സ്കൂൾ ടൈം മാറ്റുന്നതിന് മുമ്പിൽ മുട്ടുമുടക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ഒരു ബഷജന്തു പറയുന്ന പോലെ ഇവിടെ പ്രദീപ് പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സൂംബ ഡാൻസിന് മുമ്പിൽ ഈ ഇടതുപക്ഷ സർക്കാർ മുട്ടുമുടക്കിയിട്ടില്ല. അത് തന്നെയുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി V ശിവൻകുട്ടി ഇതൊരു കാരണവശാലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അതിനെതിരെ വന്നത് മുസ്ലിം സമുദായം ഒന്നായൊന്നും വന്നില്ല. വിസ്റ്റം എന്ന് പറയുന്ന ഒരു ചെറുകിട ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച്, പിന്നെ വേറെ 1-2 പേര് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ആ എതിർപ്പിനെ അവഗണിച്ചു, അത് ചെറുത്തു തോൽപ്പിച്ചു. ഇന്ന് സൂംബ ഡാൻസ് കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ആരോഗ്യ മാനസിക വളർച്ചയ്ക്കായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തതാണ് ഏറ്റവും ഭയങ്കരമായ എന്താ പറയുക, അതിശയപരമായ ഒരു പ്രസ്താവന നടത്തിയത്. ഇതുപോലെ തന്നെ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്നെ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാരുടെയും സമ്മർദ്ദം കൊണ്ട് സ്കൂളുകളുടെ ടൈം മാറ്റം പിൻവലിച്ചു എന്ന് പറഞ്ഞത്. എവിടാ പിൻവലിച്ചത്? ഇന്നലെയും V ശിവൻകുട്ടി പറഞ്ഞു വരട്ടണ്ട, ഒരു കാരണവശാലും ഇത് പിൻവലിക്കുകയല്ലെന്ന് പറഞ്ഞു. തന്നെയുമല്ല, ജനാധിപത്യത്തിൽ ചർച്ചകളായി സ്വാഭാവികമാണ്. ആർക്കും അവരുടെ അഭിപ്രായം പറയാം, അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റും. ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷെ അത് സമയം മാറ്റം പിൻവലിക്കാനുണ്ടല്ലോ, അവരെ ബോധ്യപ്പെടുത്താനായിട്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി ഇതുപോലൊരു പച്ച നുണ പറഞ്ഞ് വിവേകശാലികളായ ശ്രീനാരായണയുടെ മുമ്പിൽ ഇതുപോലെ നാടകം കളിച്ചത്? ഇനി മറ്റൊരു കാര്യം, എടക്കര എന്ന് പറയുന്ന നിലമ്പൂർ സമീപത്ത് ഉള്ള പ്രദേശം, അവിടെ നടന്ന ഒരു SNDP യോഗത്തിന്റെ മീറ്റിംഗിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് കേരളീയ പൊതുസമൂഹത്തിനെ ഭിന്നിപ്പിക്കാനും
വർഗീയ വിഷം കുത്തിവെക്കാനായിട്ടും ഈ മനുഷ്യൻ ശ്രമിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ തൊട്ടു മുമ്പുള്ള ഉദാഹരണം. അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്ത് ഈഴവ സമൂഹത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ല, അതൊരു പ്രത്യേക രാജ്യമാണ്, മുസ്ലിംസിന്റെ അണ്ടറിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ പറയാൻ എനിക്ക് നാണക്കേടാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രതിയും, അങ്ങേക്ക് അനുഭവിക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു പിന്നെ എന്താ പറയുക ശ്രീ റെജി ലൂക്കോസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ചർച്ചയിലില്ല. രണ്ട്, SNDP പ്രതിനിധിയും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അങ്ങ് വിമർശിച്ചോളൂ, പക്ഷേ ഇനി വ്യക്തിപരമായ പരാമർശം, വിഷജന്തു തുടങ്ങിയ പരാമർശങ്ങൾ വേണ്ട, സമൂഹത്തിന് വിപത്ത് തുടങ്ങിയ പരാമർശങ്ങൾ വേണ്ട. അങ്ങയുടെ മുന്നിൽ ഒരല്പസമയം എന്താണ് CPM നേതാക്കൾ ഇതേക്കുറിച്ച് പറയുന്നു എന്നുള്ളത് അങ്ങേ ഞാൻ കേൾപ്പിക്കാം. ഞാൻ പെട്ടെന്നൊന്ന് ശ്രീകുമാർ സാറിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. N. ശ്രീകുമാർ, VD സതീശൻ പറയുന്നത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഈ വർത്തമാനം പറയുന്നത് വിലക്കണം. രണ്ട്, പിണറായി വിജയൻ പറയുന്ന അനുസരിച്ചാണ് ഇതൊക്കെ പറയുന്നത് എന്നും പറയുന്നു. എന്തുകൊണ്ട് ശ്രീ VD സതീശൻ ഇങ്ങനെ പരിഭ്രാന്തനാകുന്നു? ഹൈബി ഈഡൻ അടക്കമുള്ള, കെ ബാബു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. ശ്രീകുമാർ. നോക്കൂ മിസ്റ്റർ പ്രദീപ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ഒരു സ്വീകരണം നൽകുമ്പോൾ ആ വേദിയിൽ വ്യക്തിപരമായ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതും രണ്ടും രണ്ടാണ്. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വേദിയാണെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ എത്തിയാൽ വ്യക്തിപരമായിട്ട് ശ്രീ പിണറായി വിജയന് നല്ല കാര്യം പറയും, രാഷ്ട്രീയം നോക്കാതെ. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു MPയും ഒരു MLAയുമാണ് കെ ബാബുവും ഹൈബി ഈഡനും കെ ബാബുവും. അത് ആ നിലയ്ക്ക് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അതിലത്തെ രാഷ്ട്രീയം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാലത്ത് നടത്തുന്ന പ്രസ്താവനകളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ നവോത്ഥാന കേരളത്തിന് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും പറയും അല്ലെന്ന്. ഇന്ന് CPMൽ തന്നെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഭിന്നതയുണ്ടാക്കിയെന്ന് നമ്മൾ കാണണം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വൈകിട്ട് ഇറക്കിയ ഒരു പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരില്ല, പകരം SNDPക്ക് ഒരു ഉപദേശമാണ്. അങ്ങ് തുടക്കത്തിലുണ്ടായിരുന്നല്ലോ, SNDPക്ക് ഒരു ഉപദേശം നൽകിയിരിക്കുകയാണ്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് SNDP മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശമാണ്. വളരെ കറക്റ്റ്. ശ്രീകുമാർ സാർ തുടരാം. അതെ, അതാ പറഞ്ഞത്. അപ്പോൾ SNDPയെ ഉപദേശിക്കാൻ CPM വളർന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. SNDP യോഗം എന്ന് പറയുന്നത് R. ശങ്കറും KK വിശ്വനാഥൻ വക്കീലും MK രാഘവൻ വക്കീലും അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവിയായി മാത്രമേ ഉണ്ടായിരുന്ന ഡോക്ടർ KK രാഹുലിനൊക്കെ കൊണ്ടു നടന്നൊരു പ്രസ്ഥാനമാണ്. SNDPയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുമാരനാശാൻ്റെ കാലം തൊട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ആ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം രാഷ്ട്രീയവും സമുദായവും ഇവിടെ കൂട്ടിക്കുഴയ്ക്കുകയാണ്. ഇതിന് അദ്ദേഹം കൂടുതൽ കാണുന്ന രാഷ്ട്രീയമാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കാണുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് ഫലവത്താകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് CPMന് അദ്ദേഹത്തെ തള്ളിപ്പറയാതെ നട്ടലില്ലാത്തൊരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. എന്താണ് നട്ടലില്ലാത്ത പ്രസ്താവന എന്ന് പറയാൻ കാരണം? വെള്ളാപ്പള്ളി നടേശൻ നടത്തിയൊരു പ്രസംഗമാണ് പരാമർശ വിഷയം, SNDP യോഗത്തിൻ്റെ പ്രമേയമല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവന പറയുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന എന്ന് തന്നെ പറയണം. അത് പാർട്ടി പറയാത്തത് ഒരു പക്ഷേ അദ്ദേഹത്തെ ഭയന്നിട്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ വോട്ടുകൾ ലാക്കാക്കിയായിരിക്കാം. അവിടെ ഞാൻ ഭിന്നത എന്ന് പറയാൻ കാരണം CPMൻ്റെ സെക്രട്ടേറിയറ്റ് അംഗവും അവരുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന M. സ്വരാജ് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരുത്തരവാദപരം, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് നിരുത്തരവാദപരം, കേരളം തള്ളും എന്നാണ് M. സ്വരാജിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പ്രസ്താവന. അപ്പോൾ പാർട്ടിയുടെ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയുടെ പേരില്ല. വെള്ളാപ്പള്ളിയുടെ നേരത്തെ ശ്രീ പ്രദീപ് പിള്ള പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയെ SNDPയെ ഉപദേശിക്കുന്നു. സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ് നടത്തിയ പ്രസ്താവനയിലെ വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശം തള്ളു എന്ന് പറയുന്നു. ഏതാണ് CPM പ്രവർത്തകർ ഉൾക്കൊള്ളേണ്ടത്? CPMലെ
ഈഴവ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ CPM-ലെ SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ ഏത് പ്രസ്താവനയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് CPM വ്യക്തമാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം VD സതീശൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് VD സതീശൻ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്നൊരു ആക്ഷേപവും പരാമർശവും ഉണ്ടായി. അത് വലിയ വ്യാപക ചർച്ചയായി. പക്ഷെ അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ്റെ ജന്മസ്ഥലമായ കണിച്ചുകുളങ്ങരയിൽ നടന്ന സ്വീകരണത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിച്ച് അദ്ദേഹത്തിൻ്റെ നാക്കിനെ സരസ്വതിയുടെ കടാക്ഷം അങ്ങനെ എന്തോ ആണ് വിശേഷിപ്പിച്ചത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ സരസ്വതി കടാക്ഷം പറഞ്ഞ നാക്ക് ആണല്ലോ ഇന്നെന്തായാലും CPM-ൻ്റെ പ്രസ്താവന ഇറക്കാൻ പ്രേരകമായിട്ടുണ്ടാവുക. അപ്പോൾ ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം, പാർട്ടി എന്ത് മനസ്സിലാക്കണം? വെള്ളാപ്പള്ളിയെ തള്ളാനും വയ്യ, വെള്ളാപ്പള്ളിയെ എന്നാലോട്ട് കൊള്ളുകയും വേണം. ഇത് പ്രത്യശാസ്ത്രപരമായിട്ട് CPM-ന് വന്ന ക്ഷതമാണ്. CPM-ന് യാതൊരു വിധത്തിലുള്ള പ്രത്യശാസ്ത്രവും ഇല്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാനുള്ള വെറും അടവ് തന്ത്രമെന്ന് അവർ എപ്പോഴും പറയുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ പദപ്രയോഗമാണ്. അപ്പോൾ വോട്ട് കിട്ടണം, പ്രത്യശാസ്ത്രം മടക്കി AKG സെൻറ്ററിൻ്റെ അലമാരയിൽ വെച്ചിട്ട് പേന കൊണ്ട് അവിടെയും ഇവിടെയും തൊടാത്ത പ്രസ്താവന എഴുതിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരെയും പാർട്ടിക്ക് വേണ്ടി വളരെയധികം സംസാരിക്കുന്ന റിജി ലൂക്കോസിനെ പോലുള്ള സുഹൃത്തുക്കളെയും പറ്റിക്കുന്നു. ഇവിടെയാണ് സതീശൻ ചോദിച്ചത് മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തതെന്ന്. വിദ്വേഷ പ്രസംഗം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് സമുദായങ്ങളും മതങ്ങളും കേരളത്തിലുണ്ട്. ഒരു മതത്തിൻ്റെ ആശയങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ മറ്റൊരു മതത്തെ ചീത്ത പറയാൻ പാടില്ല. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനോ മറ്റോ എന്തോ പ്രസിഡന്റോ എന്തോ ആണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വർഷങ്ങളായി. അതെ, അദ്ദേഹം അതിൻ്റെ ജനറൽ അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ചയാക്കുന്നത്. വെറും ഒരു വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ നമ്മൾ ചർച്ചയാക്കില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ എന്ന നമുക്കൊക്കെ ആദരണീയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. നവതി പിന്നിട്ട ഒരാളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. കേരള രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളിയുടെ സ്ഥാനമൊക്കെ നമുക്കറിയാം. അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടെ പ്രസംഗമാണല്ലോ ചർച്ചാ വിഷയം. വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തേണ്ട പ്രസ്താവനയാണോ ഇത് എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. അതിൽ അദ്ദേഹം ഇന്ന് പ്രസംഗിച്ച, ഞാൻ ആ പ്രസംഗം കേട്ടില്ല, അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ ഏതൊരു ചാനലിൽ കേട്ടതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളുടെ പിണറായി വിജയൻ ആണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പിന്നീടൊരു ഈഴവ മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഏതൊരു വാർത്ത കണ്ടു. ശരിയാണെന്ന് എനിക്ക് അറിയില്ല, തെറ്റാണെങ്കിൽ ഞാൻ അത് പിൻവലിക്കുകയും ചെയ്യാം. ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല പൂർണ്ണമായിട്ടും. ഞാനും കേട്ടിട്ടില്ല. നമുക്കിപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഒരു മിനിറ്റ്, അങ്ങ് പറഞ്ഞത് ഇത്രയും കേട്ടു. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്. സാർ, ഒന്ന്, ശ്രീ CVM വാണിമേൽ അങ്ങയുടെ വാദം ഖണ്ഡിച്ചു. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷി അല്ല എന്നുള്ളത്, തികച്ചും മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു കക്ഷിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. 2, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് ഭിന്നതയുണ്ടാക്കുന്ന, നിന്ദിക്കേണ്ട പ്രസ്താവനയാണെന്ന് ഏകസ്വരത്തിൽ പറയുകയാണ് ശ്രീ CVM വാണിമേൽ, ശ്രീ റെജി ലുക്കോ, ശ്രീ ശ്രീകുമാർ എന്നിവർ. രാംകുമാർ സാർ, അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ വാണിമേലിനെ പോലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവും വിൽപ്പത്തിയുമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എൻ്റെ പ്രവർത്തന മണ്ഡലം വേറെയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ സുഹൃത്ത് ശ്രീ വാണിമേലിനോട് എനിക്ക് ചില ചെറിയ സംശയങ്ങൾ ചോദിക്കാനുണ്ട്. കാസർഗോഡ് ഭാഗത്ത് ഒരു സംഘടനയുടെ ചെറുപ്പക്കാരുടെ യോഗം നടക്കുമ്പോൾ അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചോ? RSSകാരല്ലല്ലോ വിളിച്ചത്. വേറൊരു സ്ഥലത്ത് 47 കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം, ഞാനും സ്കൂൾ വിദ്യാർത്ഥിയാണ്, ഞാൻ കേട്ടതല്ല, കേട്ടു എന്ന് പറയുന്നവർ പറഞ്ഞാണ്,
എട്ടണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം മലബാർ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? പോട്ടെ, പാലക്കാട് 4 കെട്ടും 8 കെട്ടും നമ്പൂരി അച്ഛൻ്റെ മോളെയും കെട്ടും എന്ന മുദ്രാവാക്യം മറിച്ചോ? 21 ഊരിയ കത്തി ഇനിയും വെച്ചിട്ടില്ല. ഇതൊക്കെ വളരെ മതേതര മുദ്രാവാക്യങ്ങളാണെന്ന് എൻ്റെ സുഹൃത്ത് വാണിമേലിന് അഭിപ്രായമുണ്ടോ? ഞങ്ങളെപ്പോലെ നിസ്സാരന്മാർക്ക് മറിച്ചാണ് തോന്നുന്നത്. നഗ്നമായ മതവിദ്വേഷം കേരളത്തിൽ ഒരിക്കലും കേൾക്കാത്ത അറപ്പുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഈ സംഘടന ഉയർത്തി. ഈ സംഘടനയുമായിട്ട് ലീഗിനൊരു ബന്ധവുമില്ല എന്ന് ശ്രീ വാണിമോലിനെ തറപ്പിച്ച് പറയാമോ? അപ്പോൾ വിദ്വേഷം പരത്തുന്നവരല്ല എന്ന അവകാശവാദം അസ്ഥാനത്താണ്. കാരണം കേരളത്തിലെ കണ്ണും കാതുമുള്ളവരൊക്കെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കാസർഗോഡും പാലക്കാടും ഉള്ളവർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഏതെങ്കിലും ഹിന്ദു സംഘടന SNDP സംഘടന മുസ്ലിങ്ങളെ കഴുത്ത് വെട്ടും കാലുവെട്ടും കുന്തിരിക്കം കത്തിക്കും എന്ന് ഇന്ന് വരെ പ്രസ്താവിച്ചിട്ടുണ്ടോ? മറിച്ചല്ലേ മിസ്റ്റർ വാണിമേൽ ഉള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്, ഏറ്റവും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചാലും അതുകൊണ്ട് നഷ്ടമുണ്ടാക്കുന്ന ആളുകളുടെ ശബ്ദം ഉയർത്തുന്നത് ശ്രീ വാണിമേലിൻ്റെ കണ്ണിൽ വർഗീയമാണ്. എന്താണ് മിസ്റ്റർ വാണിമേൽ വർഗീയം? ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയം എന്ന് പറഞ്ഞാൽ മറ്റ് മതവിശ്വാസങ്ങളെ അപലപിക്കുന്ന ഏർപ്പാടാണ് വർഗീയം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ മലപ്പുറത്തിനെ പറ്റി പറഞ്ഞാൽ മലപ്പുറം ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ്. മറ്റാരും തറവാടല്ല. കേരളം തറവാടല്ല. അതും പോട്ടെ, വളരെ മോശമായ രീതിയിൽ ഗുളിക 2 എണ്ണം അധികം കഴിക്കണം എന്ന് പറഞ്ഞത് ഏത് സംഘടനയുടെ വക്താവാണ് മിസ്റ്റർ വാണിമേൽ? അദ്ദേഹം മരുന്ന് കഴിക്കൽ കൂട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത്രയും വ്യക്തിപരമായ പരാമർശം നടത്തുന്നതാണോ ഇസ്ലാമിക പാരമ്പര്യം? ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്. ഇസ്ലാം എന്ന വാക്ക് തന്നെ സമാധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്വേഷത്തിൻ്റെ ഭാഷ ഇസ്ലാമിന് ചേർന്നതല്ല. എൻ്റെ അനുഭവത്തിൽ പ്രത്യേകിച്ച് മലബാർ വിഭാഗത്ത്, അവിടെയാണ് എനിക്ക് കൂടുതൽ പരിചയക്കാരുള്ളത്, അവരൊക്കെ യാതൊരുവിധ വർഗീയ ചിന്തയുമില്ലാതെ മറ്റ് മതസമുദായങ്ങളെ വീക്ഷിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യം വേണം, കൂടുതൽ റിസർവേഷൻ വേണം. ഇതൊന്നും ആരും എതിർക്കുന്നില്ല മിസ്റ്റർ വാണിമേൽ, ഇത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമല്ല. അത് നഗ്നമായ നിയമലംഘനമാണ്. 4 കെട്ടും 8 കെട്ടും എന്ന് പറഞ്ഞ് CMS നമ്പൂതിരിപ്പാടിനെ പോലെ പ്രഗത്ഭനായൊരു നേതാവിനെ അവഹേളിക്കുന്നത് മാന്യതയല്ല, ഇസ്ലാമിന് ചേർന്നതല്ല, ഇസ്ലാം സംസ്കാരത്തിന് വിരുദ്ധമാണ്. പിന്നെ 21 ഉയർത്തിയ കത്തി എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു മിസ്റ്റർ വാണിമേൽ. ഇന്ന് ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ട് ഇവിടെ, അവരെയൊക്കെ വേണ്ട മാതിരി സംരക്ഷിക്കാൻ. അതുകൊണ്ട് അത്തരം ഭീഷണിയൊന്നും ഇനി മേലാൽ ഇവിടെ വിലപ്പോയില്ല. നമുക്ക് വേണ്ടത്, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മനോഹരമായ ഒരു സങ്കല്പമാണ്. വികസനം സമുദായം മതഭേദമന്യേ എല്ലാവരിലും എത്തണം. മുസ്ലിങ്ങൾ ഭാഗ്യവശാൽ ഇന്ന് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്, പ്രഗത്ഭരായ അഭിഭാഷകരുണ്ട്. ഞങ്ങളുടെ ഹൈക്കോടതിയിലെ 5 ജഡ്ജിമാരിൽ മികവുള്ള 3-4 ജഡ്ജിമാർ മുസ്ലിം ജഡ്ജിമാരാണ്. ഞാനെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ച് പറയില്ല, എൻ്റെ വ്യക്തമായ അഭിപ്രായം പറയുകയാണ്. അപ്പം അത്രയും ഉന്നമനം കിട്ടിയ ഒരു സമുദായം മറ്റുള്ളവരെ കെട്ടിത്തൂക്കും കുത്തും എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് പ്രകോപനകരമല്ലേ? അവർക്ക് പ്രകോപിക്കാനുള്ള അവകാശമില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രകോപിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് പറയുന്നത് വളരെ ബാലിശമല്ലേ? പക്ഷേ ഇതൊക്കെയാണെങ്കിലും
ചരിത്രപരമായൊരു കാര്യത്തിന് ശ്രീ വാണിമേൽ മറുപടി പറഞ്ഞില്ല. സാക്ഷാൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഹിന്ദു വർഗീയവാദിയായിരുന്നില്ല. അദ്ദേഹമാണ് പറഞ്ഞത് ചത്ത കുതിരയാണെന്ന്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അതിനെ പടക്കുതിരയാക്കിയിരിക്കുന്നു. എന്തിനാണ്? മുസ്ലിം സമുദായത്തിന് വേണ്ടിയല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. കാരണം മലബാർ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ സഹായമില്ലെങ്കിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും നിയമസഭ കാണുകയില്ല. വയനാട്ടിൽ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും മുസ്ലിം ലീഗാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പരാജിത പലായനായ ആളുകൾ വന്ന് പാർലമെൻറ്റിലെത്തിയത്. ഇതൊക്കെ ചരിത്ര സത്യമാണ്. അവരെ പിണക്കാൻ ആരും തയ്യാറില്ല. റൈറ്റ് സർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഇടവേളകൾ ബാക്കിയുണ്ട്. ശ്രീ വി മണിമേൽ, അങ്ങേക്കും അവസരം തരാം. ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു 26 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ അതിഥികളും ദയവായി സമയക്രമം ഒന്ന് പാലിച്ച് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജയചന്ദ്രൻ മാസ്റ്റർ, വെള്ളാപ്പള്ളി നരേശിനെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനെയോ പ്രതിരോധിക്കാൻ ഇവിടെ ആരുമില്ല. ശ്രീ വി മണിമേൽ, ഞങ്ങളിലേക്ക് വരാം. ഞാൻ വരാം. പക്ഷേ അതിരൂക്ഷമായ ആക്രമണമാണ് ശ്രീ റെജി ലൂക്കോസ് നടത്തിയത്. ഇന്ന് സമൂഹത്തിന് തന്നെ വിപത്താണ്, നിന്ദിക്കപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് നിന്ദിക്കപ്പെടേണ്ടത്? എവിടെയാണ് വിപത്താകുന്നത്? നോക്കൂ, ചില ഇടതുപക്ഷ വികാരമുള്ളവർ വന്ന് പറയുന്നതും നോക്കൂ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതേ വേദിയിൽ ഞാൻ റെജി ലൂക്കോസിനെ ഓർമ്മപ്പെടുത്തുന്നു. VN വാസവൻ ഇദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം അതേ വേദിയിൽ പ്രസംഗിച്ചത് വളരെ ലൈവായിട്ട് നമുക്ക് ഇപ്പോഴും കാണാം. റെജി ലൂക്കോസ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? വിശ്രമ ജീവിത കാലഘട്ടത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി. എന്താ റെജി ലൂക്കോസ് ഈ പറഞ്ഞതിനർത്ഥം? വിശ്രമ ജീവിതം നയിച്ച് മാറി നിൽക്കേണ്ട കാലഘട്ടത്തിൽ പോലും പ്രവർത്തിച്ച് ഈ രാജ്യത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി. കുത്തഴിഞ്ഞ SNDPയെ നല്ല പുസ്തകമാക്കുന്ന നേതാവാണ്. അദ്ദേഹം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും കുത്തഴിഞ്ഞു കിടക്കുന്ന SNDP എന്ന പുസ്തകത്തെ ഏറ്റവും മികച്ച പുസ്തകമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ്. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയമായി നിലപാട് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി. റെജി ലൂക്കോസ് ഏത് ഗ്രൂപ്പിന്റെ ആളാണ് CPM എന്ന് എനിക്കറിയില്ല. വാസവൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ശ്രീകുമാർ സാറിന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതേ വേദിയിൽ സർ IB ഈഡനും ബാബുവും ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുൻ MLA യും മന്ത്രിയും ഒക്കെയായ ബാബു. പറഞ്ഞത് എന്താണ്? ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നേതാവാണ് വെള്ളാപ്പള്ളി. അതിന്റെയൊക്കെ അത്തരമുള്ള അങ്ങനെയൊക്കെ വെല്ലുവിളിച്ച് SNDPക്ക് നിലയും വിലയും ഉണ്ടാക്കിയ നേതാവാണ് വെള്ളാപ്പള്ളി. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഓരോ വാക്കുകളും നിലയും വിലയും ഉള്ളതാണ്. ഹൈബി ഈഡൻ പറയുന്നു, നിർഭയമായി സമയം പറയാനുള്ള അഭിപ്രായം പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി വെറുക്കപ്പെട്ടവനും നികൃഷ്ടനും നിന്ദ്യനും നീചനുമാണ് എന്ന് ചാനലുകളിൽ വന്ന് വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടുകൊണ്ട് പറയുന്ന നേതാക്കന്മാരുടെ നേതാക്കന്മാർ ഇദ്ദേഹത്തെ പരസ്യമായി ന്യായീകരിക്കേണ്ടി വരുന്നത്? പിന്നീട് പറഞ്ഞു SNDPയുടെ മഹത്വത്തെ കുറിച്ചാണ് എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞത്. ഇതേ ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കുടുക്കിട്ട് വലിച്ചതിനെ തള്ളിപ്പറയുമോ റെജി ലൂക്കോസ് ഈ വേദിയിൽ വന്നിട്ട്? വിഷലിപ്തമായ പ്രസംഗം നടത്തുന്ന വേദിയിൽ ഉണ്ടായിരുന്ന വാസവന്റെ നിശബ്ദത വെള്ളാപ്പള്ളിയെയും SNDPയെയും തരാതരം പോലെ തങ്ങളുടെ ഇംഗിതത്തിന് വർത്തമാനം പറയാത്ത കാലത്ത് തള്ളിപ്പറയുകയും തങ്ങളുടെ താല്പര്യത്തിനൊത്ത് ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രദീപ് സാർ. ഞങ്ങൾ ഇടുമ്പോ അത് ബർമൂദയും മറ്റുള്ളവരിടുമ്പോ അത് വള്ളി ട്രൗസറുമായി മാറുന്നു. വെള്ളാപ്പള്ളി നടേശനും ആരൊക്കെയാണോ ഇടതു വലത് മുന്നണി താല്പര്യങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആ കാലഘട്ടത്തിൽ അവർ വിശുദ്ധന്മാരായി മാറുകയും അവർ ചില യാഥാർത്ഥ്യങ്ങൾ പച്ചയായി തുറന്നു പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരിയിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് അത് സ്ഥാപിച്ചെടുക്കുന്നതും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ വിഷലിപ്തമായവൻ, നികൃഷ്ടൻ, നിന്ദ്യൻ, നീചൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന്റെ പുറകിലുള്ള വികാരം എന്താണ്? നോക്കൂ, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും മറ്റൊരുപാട് കാര്യങ്ങളെ കുറിച്ചും ഇടതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞ എന്റെ സുഹൃത്ത്, ഞാൻ 2 ചോദ്യം റെജി ലൂക്കോസിനോട് ചോദിക്കും. അല്ല സർ, ഈ ജെൻഡർ ഇക്വാലിറ്റി ഡ്രസ്സ് കേരളത്തിൽ ഏത് പശ്ചാത്തലത്തിലാണ് നിങ്ങൾ പിൻവലിക്കില്ലെന്ന് പറഞ്ഞിരുന്നോ? അത് ഇന്ന് കേരളത്തിലെ നിയമത്തിൽ നിലവിലുണ്ടോ? വഖഫിന്റെ നിയമനങ്ങൾ PSCക്ക് വിട്ടത് ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്ന് റെജി ലൂക്കോസിന്റെ പാർട്ടി ഉറപ്പു തന്നിരുന്നുവോ? അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ?
കുടുംബശ്രീകൾക്ക് വേണ്ടിയിട്ട് ജെൻഡർ ഇക്വാലിറ്റി ദിവസത്തിൽ കൊടുക്കാൻ വെച്ച പ്രതിജ്ഞ എന്തുകൊണ്ട് തൊട്ട് പുറകിൽ അത് ചൊല്ലണ്ടെന്ന് പറഞ്ഞു? എന്തിനാണ് ഗവൺമെന്റിന്റെ തീരുമാനം വ്യക്തമാണെങ്കിൽ ഇതൊരുപക്ഷെ ജെർജി ലൂക്കോസ് ഇന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ഈ ചർച്ച കൂടി അവസാനിക്കേണ്ടി വരും. അപ്പോൾ അറിയാം നമുക്ക് സ്കൂൾ സമയമാറ്റത്തിൽ എത്രമാത്രം ഉറപ്പ് നിൽക്കുമെന്ന്. കാരണം ജെൻഡർ ഡ്രസ്സിനെ കുറിച്ചും ജെൻഡർ പ്രതിജ്ഞയെ കുറിച്ചും വഖഫ് നിയമനം PSCക്ക് വിട്ടതിലും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ചാനലിൽ വന്ന് ആളുകൾ പറയുകയും തൊട്ടു പിറ്റേ ദിവസം അത് പിൻവലിക്കുകയും ചെയ്ത നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഈ മതേതരത്വം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ഓച്ചാറ്റ് നിന്ന് മറുപടി പറയാനുള്ള ഉത്തരങ്ങളായി മാറുന്നു. ഇവർ രണ്ടു കൂട്ടരും മതേതരത്വത്തെ കുറിച്ച് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുകയും PDPയുടെ തോളിൽ കയറി അവരുടെ പിന്തുണ നേടുകയും ചെയ്യുന്നവർ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മതേതരം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറക്കെ പറയും, എക്കാലവും നിങ്ങളുടെ അടിമകളായി കേരളം നിൽക്കാമെന്ന് കേരളം ആർക്കും വാക്ക് തന്നിട്ടില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മറ്റു വഴിതെറ്റിപ്പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വർത്തമാനകാല കേരളത്തിന്റെ ശബ്ദമായി തന്നെയാണ് വെള്ളാപ്പഴ വാക്കുകളെ കാണേണ്ടത്. ഇത് തന്നെയാണ് പണ്ട് മാറാട് കലാപം നടന്നപ്പോൾ AK ആന്റണിയും പറഞ്ഞത്. ഇത് തന്നെയാണ് കൈവെട്ട് കേസ് നടന്നപ്പോൾ ഡൽഹിയിൽ വെച്ച് VS അച്യുതാനന്ദനും പറഞ്ഞത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യങ്ങളിൽ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഇത്തരം നേതാക്കന്മാർ, നിങ്ങളുടെ നേതാക്കന്മാർക്ക് തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചാനലിൽ വന്ന് ഇതിനെയൊക്കെ തള്ളി പറയേണ്ടി വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നലത്തെ നേതാക്കന്മാരുടെ വാക്കുകളെ തള്ളി പറയാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നത് ആരെയോ ഭയപ്പെട്ടിട്ടാണ്. മതേതരത്വത്തിൽ വെള്ളച്ചേർക്കുകയും വർഗീയവാദികളുടെയും മതസംഘടനകളുടെയും സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും മുമ്പിൽ ചെന്ന് ഓച്ചാൻസ് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണോ അതല്ല അവസരവാദ രാഷ്ട്രീയമാണോ എന്ന് കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങിയ നാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. റൈറ്റ് മാഷെ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. മാഷ് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പ്രേക്ഷകരുടെ ധാരാളം പ്രതികരണം വരുന്നുണ്ട്. പതിവ് പ്രേക്ഷകർ എല്ലാവർക്കും നമസ്തേ. ഓരോന്നായി മറുപടി പറയാനുള്ള സമയം ഇല്ല. അതിലൊരു ചോദ്യം, അങ്ങ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങ് പറയാതെ പോയി. അത് പുതിയ സർക്കാരിൻ്റെ മദ്യനയം മൂലമാണോ എന്നൊരു ചോദ്യം പ്രസക്തമായി തോന്നി. നമുക്കൊരു 59 സെക്കൻഡ് ഒരു പ്രസംഗം ഒന്ന് കേട്ട് വരാം. അമൽ. അദ്ദേഹം ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ പിറ്റേ ദിവസം പാലക്കാടാണ്, അടുത്ത ദിവസം തൃശ്ശൂരാണ്, അടുത്ത ദിവസം കൊല്ലത്താണ്, അടുത്ത ദിവസം തിരുവനന്തപുരം, ആലപ്പുഴ, ഇങ്ങനെ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഓടി നടന്ന് ഈ സംഘടനയുടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. ഈ പ്രസംഗമാണ് ജയചന്ദ്രൻ മാഷ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ റെജി ലൂക്കോസ്, സമയമില്ല, ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല, അങ്ങേക്ക് പ്രതികരിക്കാം. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ല ആരാണെങ്കിലും ഈ പരിഷ്കൃത കേരളീയ സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നില്ല. എന്നെ പോലെയുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ഇടതുപക്ഷ വികാരങ്ങളും പാഠാവലികളിലും അത് വളരെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മതനിരപേക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുന്നത്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ UAE-യിൽ ഒരു മണി ചീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അതിൽ അദ്ദേഹം പ്രതിയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അദ്ദേഹത്തിന് അറിയാലോ, അവിടുത്തെ നിയമങ്ങൾ അറിയാമല്ലോ, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൽ ഒരാളുടെ പേര് MA യൂസഫ് അലി എന്നാ. എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അറയ്ക്കുന്ന മതവിദ്വേഷം മുസ്ലിം വിരുദ്ധത പറയുന്ന ഈ വ്യക്തി അന്ന് എന്തുകൊണ്ടാണ് സഹായം നേടിയത്? അതിനുവേണ്ടി അദ്ദേഹം അഭ്യർത്ഥിച്ച ആരോടാണ്? ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒന്ന്, അപ്പൊ ഈ മതവിദ്വേഷം എന്താ പറയാ അറയ്ക്കുന്ന മതവിദ്വേഷം പറയുമ്പോൾ ഇതെല്ലാം അവരൊന്നും പാലിക്കണ്ടേ? കേരളം അങ്ങനെ അത്രയ്ക്ക് ഹതപ്പതിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണോ? രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായ ഭാഷ, എനിക്ക് ശ്രീമാൻ സാർ ഉദ്ധരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് എം സ്വരാജിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. എം സ്വരാജിന്റെ പ്രസ്താവനയിൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുന്നില്ല. CPM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു, വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് അവിടെ ഇല്ല.
SNDP യോഗത്തിനൊരു ഉപദേശം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന്. എന്ത് എം സ്വരാജും CPM സെക്രട്ടേറിയറ്റിന് അംഗമല്ലേ? എം സ്വരാജ് പറഞ്ഞ ഭാഷ, എം സ്വരാജ് പറഞ്ഞ ആശയം, എം സ്വരാജിൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിനോ പാർട്ടി നേതൃത്വത്തിനോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ പേടിയോ ഭയമോ അറപ്പോ ഉണ്ടോ? വെള്ളാപ്പള്ളി എന്നുള്ളൊരു വാക്കില്ല. ശ്രീ റജി ലൂക്കോസ്, അങ്ങേക്ക് തുടരാം. അങ്ങ് അത് മുഴുവൻ വായിച്ചില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇത്തരം മതവിദ്വേഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മതവിദ്വേഷം പറഞ്ഞ ആരാ? തമിഴ്നാട് മുഖ്യമന്ത്രിയാണോ? അതായത് ആന്ധ്രാപ്രദേശിലെ നേതാവാണോ? അല്ലല്ലോ. കുത്തുകൾ യോജിപ്പിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തണം അല്ലേ? ഈ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് ഉത്തരം കണ്ടെത്തണമെന്നാണ് അങ്ങ് പറയുന്നത്. എന്താണ് പേടിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് ഉച്ചരിക്കാൻ? വെള്ളാപ്പള്ളിയെ പേടിച്ചിട്ടാണോ CPM ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരാളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2015 കോഴിക്കോട് പാളയത്ത് മാൻഹോളിൽ ഒരു 2 ആന്ധ്രാപ്രദേശ് തൊഴിലാളികൾ കുടുങ്ങിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താണ്ട് അങ്ങോട്ട് ചാടി ജീവൻ ത്യജിച്ചൊരു വ്യക്തിയുടെ പേരുണ്ട്, നൌഷാദ്. അന്ന് ഈ നൌഷാദിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ രീതിയിലുള്ള ഒരു വിഷലിപ്തമായ അറയ്ക്കുന്ന വിദ്വേഷ പ്രസംഗം കേരളം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? പ്രതിനിധി പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പതിവായിട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വേറൊരു വാചകമുണ്ട് കോട്ടയത്ത് വെച്ച്, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ആ ക്രിസ്ത്യാനികൾ ആ കേരള കോൺഗ്രസിലൂടെ പിടിച്ചു പറിക്കുന്നു അവരുടെ അവകാശങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ റാന്നി MLA എന്ന് പറയുന്ന ആള് ക്രിസ്ത്യാനിയാണോ? പ്രമോദ് നാരായണൻ വളരെ മാന്യനായ ഒരു MLA അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിൽ. അതുപോലെ തന്നെ സ്ത്രീകളെ സന്താനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അദ്ദേഹം ഇതിൽ പ്രഖ്യാപിച്ചില്ല. ഇതാണോ കേരളത്തിലെ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം? മുസ്ലിങ്ങൾ കേരളത്തിൽ 2040 കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിലേറുമെന്ന്, മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞതാണോ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ പറയൂ. ഞാൻ എന്റെ ജീവിതത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തിലും തന്നെ കയറിയിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മതസൗഹാർദ്ദമുള്ള മനുഷ്യരും നല്ല മനുഷ്യരും മലപ്പുറം ജില്ലയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത്രയും നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലം ഈ കേരളത്തിലില്ല. അറിയോ? നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ? അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് എതിരെ, അതാണ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ആദരിക്കുന്ന 126ഓളം ലോകത്തിലെ സർവകലാശാലകളിൽ പാഠ്യപുസ്തകമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരദാസൻ ഇരുന്ന ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിക്ക് എന്ത് സഹായം അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ, വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? എന്നിട്ടാട്ടെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് നിങ്ങൾ ശ്രീ റജി, ഞാൻ അങ്ങയുടെ സമയം തരാം. പക്ഷെ അങ്ങ് ഇപ്പോഴും വിഷയത്തിലേക്ക് വരുന്നില്ല. ശ്രീ റജി, വെള്ളാപ്പള്ളി ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, വെള്ളാപ്പള്ളി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങ് പോലും പാവം ശിവൻകുട്ടിയെ, ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരനാണ്, പക്ഷെ ശിവൻകുട്ടിയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് എന്താണ്? ശിവൻകുട്ടി ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയോ? വിരട്ടണ്ടെന്ന് പറഞ്ഞ് ശിവൻകുട്ടി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഇന്നേക്ക് ഇപ്പോൾ 8 ദിവസം ആകുന്നു, പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. മയപ്പെടുത്തി, നടപ്പാക്കിയിട്ടുമില്ല ഇതൊന്നും. ശ്രീ റജി ലൂക്കോസ്, അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ, സമ്മർദ്ദ തന്ത്രത്തിന് സർക്കാർ വഴങ്ങുന്നു. എന്ത് പരിഷ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാലും, എന്ത് നിർദ്ദേശം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് സമസ്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, മതപണ്ഡിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ബക്രീദിന്റെ അവധിക്കും നമ്മൾ കണ്ടു. ഒരു ദിവസം മാത്രം അവധി എന്ന് വെല്ലുവിളിച്ച വിദ്യാഭ്യാസ മന്ത്രി മിണ്ടാതിരുന്നു. അവധി 2 ദിവസമായി. ഒരു ദിവസം ബക്രീദിന്റെ വിശേഷാൽ അവധി. നമ്മൾ കണ്ടടച്ചിരുട്ടാക്കരുത്. റജി ലൂക്കോസ്, വിഷയത്തിലേക്ക് വരും. വെള്ളാപ്പള്ളിയെ കുരിശിക്കയറ്റുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി ഉയർത്തിയ പ്രശ്നങ്ങൾ, ആശങ്ക, ആ പ്രശ്നം, അതിന് മറുപടി പറയൂ ശ്രീ റജി. വെള്ളാപ്പള്ളിയുടെ ആശങ്കയ്ക്ക് ഇവിടെ യാതൊരു വിലയുമില്ല. വെള്ളാപ്പള്ളി പറയുന്ന ആശങ്ക മുഴുവനും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് നേരെ എതിരാ. തന്നെയുമല്ല, അങ്ങനെ എന്തെങ്കിലും വിഷയം, ഇപ്പൊ കോളേജിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ല അവിടെ ഒരു ശാസ്ത്രീയ കോളേജ് ഉണ്ട്, SN കോളേജ്. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പായിട്ട് ഇടപെട്ടപ്പോൾ നമ്മൾ അറിഞ്ഞെന്താ? ഒരു അപേക്ഷ പോലും ഒരു കൊടുത്തില്ല. അപേക്ഷ പോലും ഇല്ലാണ്ട് വീട്ടിൽ ചെന്ന് വിളിച്ചു പറയുമോ നിങ്ങളൊരു കോളേജ് തുടങ്ങിക്കൊള്ളാൻ? അതല്ല ഞാൻ ഉദാഹരണം പറഞ്ഞത്. പിന്നെ പി ശിവൻകുട്ടിനെ എന്തിനാണ് ഈ പ്രദീപുള്ള ഇതുപോലെ വക്രീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ നിലപാടിന് എവിടെ മാറുന്നത് നിങ്ങൾ പറയുന്നത്? സൂംബ ഡാൻസിൽ നിന്നും പിന്മാറിയോ? ഈ പറഞ്ഞ ടൈം ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് പിന്മാറിയോ? നടപ്പാക്കിയിട്ടില്ല. ജനാധിപത്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസ സമൂഹങ്ങളെയും ഒരുപോലെ കാണുന്ന സമൂഹം ജനാധിപത്യത്തിന്റെ പ്രത്യേകത. അത് CPM കാണും. പിന്നെ വെള്ളാപ്പള്ളി നടേശന് മുമ്പിൽ മുട്ടുമുടക്കുന്നതൊക്കെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചുള്ള ഒരു വ്യക്തിയാണ് ഈ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാസവന്റെ കാര്യം നിങ്ങൾ എടുത്തിട്ടു. അതേ വേദിയിൽ K. ബാബു, തൃപ്പൂണിത്തുറയിലെ MLA,
ഹൈബീഡ് എറണാകുളത്തെ MP Yes. അദ്ദേഹത്തിന് പാടിപ്പൊളി രീതിയിലാണ്. Correct. അത് ശ്രീമാൻ സാർ ഞാനും അംഗീകരിക്കുന്നുണ്ട്. Correct. കാരണം ഒരു മനുഷ്യനെ ആദരിക്കുന്ന വേദിയിൽ അതേ ഏതെല്ലാം രീതിയിലുള്ള തെറ്റുകാരനാണെങ്കിലും ഒരു വേദിയിലിരുന്ന് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു പൊതു സംസ്കാരമല്ല. എന്നാൽ VD സതീശൻ പറഞ്ഞില്ലേ, VD സതീശൻ അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടുപേര് പറഞ്ഞതിൽ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? VD സതീശൻ പറഞ്ഞതാണോ അപ്പുറത്താണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയുള്ള ഒരു കേരളം, ഇത്രയും പരിഷ്കൃതമായ കേരളത്തിൽ, ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിൽ ലോകം മുഴുവൻ ആദരിക്കുക, കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന ചെയ്തിട്ടുള്ള SNDP സമൂഹം, SNDPയുടെ സുഹൃത്തുക്കൾ, അവരുടെ അനുയായികൾ ഇന്നും കേരളത്തിൽ മതേതരത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുന്ന നല്ലൊരു ജനക്കൂട്ടമാണ്. അതിന്റെ തലപ്പത്തിരുന്നുണ്ട്, ഒരു വിഭാഗത്തിന് തലപ്പത്തിരുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്, അതേ ആ സമൂഹത്തിന് വേണ്ടി എല്ലാം സംസാരിക്കുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിത്വത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ നേരത്തെ മദ്യം എന്ന് പറഞ്ഞു, ഇത് അറിയപ്പെടുന്ന ഒരു അബ്കാരിയല്ലേ? എത്രയോ ബാറുകൾ അദ്ദേഹത്തിനുണ്ട്. ശ്രീനാരായണ എന്താ പറഞ്ഞത്? കള്ള് ചെത്തലെന്ന് പറഞ്ഞ മനുഷ്യനാ, കള്ള് കുടിക്കരുതേ. എഡിറ്റേഴ്സ് ചോയ്സ് അതിൻ്റെ അവസാനത്തെ 10 നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ശ്രീ CVM വാണിമേൽ, അങ്ങേക്ക് സംസാരിക്കാൻ കാര്യം സമയ ചുരുക്കവും രണ്ടോ മൂന്നോ അതിഥികൾ വൈകിയാണ് ചേർന്നത്. അതുകൊണ്ടാണ് ശ്രീ CVM വാണിമേൽ വളരെ പെട്ടെന്ന്. കാര്യം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും പുതിയ പ്രസംഗം അല്പസമയത്തിനകം കാണിക്കാം. ശ്രീ CVM വാണിമേൽ. ലീഗിനെ അകാരണമായി ആക്രമിച്ച വിഷയം ഉണ്ടെന്ന് എനിക്ക് പറയുന്നത് ഇടപെടലിക്കാൻ നിവൃത്തിയില്ല. ബഹുമാനപ്പെട്ട വക്കീൽജിയെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ വയസ്സിനെ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ അവഗണിക്കുകയാണ്. ഒരു സംഘടനയെ വിലയിരുത്തേണ്ടത് അതിന്റെ ഭരണഘടനയും പ്രവർത്തനവും കൊണ്ടാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും വിദ്വേഷ പ്രകടനങ്ങളോ വിദ്വേഷ മുദ്രാവാക്യങ്ങളോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ ഇല്ലാത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന് വ്യക്തമായ തെളിവുകളുടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിനെ പാർലമെന്റിലേക്ക് അയച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മാത്രമല്ല, ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത തിരുവരങ്ങാടിയിൽ വൻ ഭൂരിഭാഗത്തോട് ആന്റണിയെ നിയമസഭയിലേക്ക് അയച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പം ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ന്യായബോധത്തോട് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ഷേത്ര നടയിൽ തൂക്കിക്കൊല്ലുമെന്ന മുദ്രാവാക്യമൊന്നും ഒരു മുസ്ലിംകാരൻ വിളിക്കാൻ കഴിയില്ല. അങ്ങനെ വിളിച്ചോ പാർട്ടിയിലുണ്ടാകില്ല. അറിയോ നിങ്ങള്, ബാബരി പള്ളി തകർക്കപ്പെട്ടപ്പോ ചില കേന്ദ്രങ്ങൾ ബാബരി പള്ളി തകർത്തത് ഇന്ത്യയിൽ ഹിന്ദുക്കളാണെന്ന് പ്രകടനം നടത്തിയപ്പോൾ മഹാനായ പാണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അറബിയിൽ ലേഖനം എഴുതി ബാബരി പള്ളി ഹിന്ദുക്കളല്ല, ഹിന്ദു വർഗീയവാദികളായ തീവ്രവാദികളാണെന്ന്. അതുകൊണ്ട് ഒരു ഹൈന്ദവന് പോലും ജോലി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്ത പാർട്ടിയുടെ അനുയായിയാണ് ഞാൻ. മാത്രമാണോ, ഇന്ത്യ നമ്മുടെ ഗൾഫ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകാധിപത്യ രാഷ്ട്രമായ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ അനുമതി ലഭിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അനുയായികളാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾ. ചരിത്രത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ തീവ്രവാദത്തിന്റെ പേരിലോ വർഗീയതയുടെ പേരിലോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഞങ്ങൾ വർഗീയവാദികളല്ലാത്തതിന്റെ പേരിൽ, ഞങ്ങൾ തീവ്രവാദികളല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് മഹാരഥന്മാർ ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അറിയോ നിങ്ങള്? ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇത് ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ ചർച്ച മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറിച്ച്, തീവ്രവാദത്തെ കുറിച്ച് ഉറപ്പായിട്ടും വയ്ക്കാം. എല്ലാ കക്ഷികളുടെയും തീവ്രവാദത്തെ കുറിച്ചും വർഗീയതയെ കുറിച്ചും ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 40 സീറ്റിൽ മത്സരിക്കാം. എവിടെയാ സമ്മർദ്ദമുള്ളത്? 23 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുള്ളൂ. സമ്മർദ്ദമാണോ അത്? ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് 4 or 5 എംപിമാരുണ്ടാവണം. ഞങ്ങൾ ഞങ്ങൾ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. നമ്മൾ സമ്മർദ്ദം കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്തുന്നവരല്ല. ഞങ്ങൾ ജാതീയത പറയുന്നവരല്ല. ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ സ്വാധീനം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നവരോ അധികാരത്തിൽ കയറുന്നവരുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ മുസ്ലിം ലീഗ് ശക്തി അവിടെ ഒന്നും വർഗീയതയില്ല, തീവ്രവാദമില്ല. എവിടെയാണോ നമ്മുടെ കേരളത്തിൽ പോലും മുസ്ലിം ലീഗ് ശക്തമല്ലാത്ത യൂണിറ്റും ശക്തമല്ലാത്തത്, അവിടെ നിങ്ങൾക്ക് വർഗീയത കാണാം, തീവ്രവാദം കാണാം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ആ പരിഗണന വരേണ്ടത് ഞങ്ങളിലൂടെയാണ്, പ്രവർത്തനങ്ങളിലൂടെയാണ്, നേതാക്കളിലൂടെയാണ്. ഒരു വിധത്തിലും നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ മോശമായി ചിത്രിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം നമുക്ക് കേൾക്കാം. സർക്കാരിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനും മതമേലധ്യക്ഷന്മാർക്കും മുന്നിൽ മുട്ടിലിഴയുകയാണ് ഇടത് സർക്കാരെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ലീഗും കേരള കോൺഗ്രസും പറഞ്ഞാൽ ഇടതും വലതും
മിണ്ടില്ല. മിണ്ടുമോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുകയാണ്. വിരുന്ന് വന്നവൻ വീട്ടുകാരനായി, വീട്ടുകാരൻ പുറംപോക്കിലുമായെന്ന് വിമർശനം. സമയക്കുറവ് മൂലം നാം അടുത്ത അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ CVM അങ്ങയിലേക്ക് വരാം പെട്ടെന്ന്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ വെള്ളാപ്പള്ളി പേടിച്ചിട്ടില്ല. ഏറ്റവും പുതിയ പ്രസംഗം നിമിഷങ്ങൾക്കുള്ളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു നിമിഷം അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ശ്രീകുമാർ, അങ്ങേക്ക് മറുപടി പറഞ്ഞു പോകാം. ഈ അങ്ങ് ഈ പറഞ്ഞ പോലെ ഒരു ചടങ്ങിൽ ചെന്നിരുന്ന് എങ്ങനെ വാഴ്ത്തിപ്പാടാതിരിക്കും? ശരിയാണ്, ഹൈബി ഈഡനും കെ ബാബുവും വാഴ്ത്തിപ്പാടി. VD സതീശൻ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. CPM-ലെ പോലെ തന്നെ കോൺഗ്രസിലും ഒരു ആശയക്കുഴപ്പമുണ്ടോ? നിലപാടാണോ, പ്രത്യയശാസ്ത്രമാണോ, വോട്ടാണോ, വോട്ട് ബാങ്കാണോ എന്നുള്ളത് വളരെ പെട്ടെന്ന്. നോക്കൂ പ്രദീപ് പിള്ള, അതായത് ഒരു അനുമോദന ചടങ്ങിൽ MP-യും MLA-യും പ്രസംഗിക്കുന്നതും രാഷ്ട്രീയം പറയുന്ന പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. TP ജയചന്ദ്രൻ മാഷ് ഇവിടെ AK ആന്റണിയുടെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. AK ആന്റണി പ്രസ്താവന നടത്തി എന്നുള്ളത് 100% ശരിയാണ്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുറിച്ച് പറഞ്ഞത്. അത് ആന്റണി തന്നെ പറഞ്ഞാണ്. അതിന്റെ പേരിൽ ആ കസേര പോയെന്ന് അറിയാമല്ലോ അങ്ങേക്ക്, അല്ലേ? പറയട്ടെ. അതിന്റെ പേരിൽ ആ കസേര പോയെങ്കിൽ അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയും അതുപോലെ AICC നേതാവായെന്ന് നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ശരി, അത് കോൺഗ്രസ് രാഷ്ട്രീയം പറയും. ഇവിടെ അതല്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ പ്രദീപ് ചോദിച്ച ചോദ്യത്തിന്, പ്രദീപ് ചോദിച്ച ചോദ്യം, ഇതിൽ കോൺഗ്രസിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, SNDP യോഗം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് SNDP യോഗം പ്രവർത്തകർ അതാത് മണ്ഡലങ്ങളിൽ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തലോടലാണ്. അദ്ദേഹം കാന്തപുരത്തെ വിമർശിക്കുന്നു. അതുപോലെ തന്നെ കാന്തപുരം CPM-ന് വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വേണ്ടപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് ഇവിടെയുള്ള ശ്രീ രാംകുമാർ സാറടക്കം പറയും. പക്ഷെ കേസെടുക്കുന്നില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തിലുള്ള പ്രവർത്തകർ എല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേൾക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ അല്ലയോ എന്ന് SNDP യോഗത്തിൽ നിന്നും വേറൊരാൾ പറയാൻ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ SNDP ആയിട്ട് വ്യാഖ്യാനിക്കുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് SNDP-യുടെ പ്രാണ സർവസ്വമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ ജനങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നു. SNDP യോഗം പ്രവർത്തകർ ഉൾപ്പെടെ ആ സമുദായത്തിലുള്ളവർ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ വേവലാതിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മതേതര ചിന്തയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് വളരെ പക്വമായ നിലപാടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറഞ്ഞ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം. അതാണ് ഇന്ന് ഞാൻ കേട്ട ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിലെ ഏറ്റവും നല്ലൊരു വാചകമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ സതീശൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് തെറ്റാണ് എന്ന് സമൂഹം വിലയിരുത്തിയ സാഹചര്യത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും ഇതിലെ അവരുടെ പ്രവർത്തകരെ പോലും പറ്റിക്കുന്നത്? ഒരു തീരുമാനം എടുക്കാനുള്ള ചങ്കോറ്റമില്ലേ? ഒരു നിലപാടില്ലേ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള CPM-ന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, അത് സ്വരാജിന്റെ നിലപാടാണോ അതോ സെക്രട്ടേറിയറ്റിന്റെ നാട്ടലില്ലാത്ത പ്രസ്താവനയാണോ എന്നൊരു ചോദ്യം നാളെ വരും. ആ ചോദ്യത്തിന് മുമ്പിൽ CPM-ന്റെ പ്രത്യയശാസ്ത്രമാണ് തകർന്നു വീഴുന്നത്. അവിടെ അവരുടെ ഏത് രാഷ്ട്രീയമാണ് വിജയിക്കുന്നത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ CPM ശരിവെക്കുന്നുണ്ടോ? അതല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ ഇന്നത്തെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രസംഗത്തിലെ ഒരു ഭരണകക്ഷി എന്ന നിലയ്ക്ക്, സർക്കാർ എന്ന നിലയ്ക്ക് CPM-ന്റെ നിലപാടെന്താണ്? ഇതൊക്കെ അവർ വ്യക്തമാക്കണം. ഈ അലകുടമ്പം പ്രസ്താവന കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അവിടെയാണ് മതേതര ചിന്ത ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ആരാണ് യഥാർത്ഥ മതേതര വിശ്വാസികൾ എന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആര്? പൊതുസമൂഹം. എന്തുകൊണ്ട്? അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിക്കണോ വേണ്ടയോ എന്നൊരു തർക്കം വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു സന്ദേശമായിട്ട് കാണാത്തത്. SNDP യോഗവും NSS-ഉം തമ്മിൽ ഇടക്കാലത്തൊരു സൗഹൃദം ഉണ്ടാക്കിയല്ലോ. എന്തുകൊണ്ടാണ് ആ സൗഹൃദം പരാജയപ്പെട്ടു പോയത്? അപ്പൊ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീ CVM വാണിമേൽ, വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇടത് സർക്കാർ മുട്ടിലെഴുന്നു എന്നാണ് ലീഗിനും മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ. ശ്രീ CVM വാണിമേൽ.
ഒറ്റ മിനിറ്റ്. ഗുരുനിന്ദ നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. ഇത്തരം പ്രസ്താവനകളെ കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. സാക്ഷരത കേരളത്തിന് എല്ലാ വിഷയങ്ങളും ബോധ്യമായിട്ടുണ്ട്. ഒന്നുകൂടെ പറയും, സമ്മർദ്ദ രാഷ്ട്രീയം മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമല്ല. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ആയാൽ എന്താ ആകാശം ഇഴിഞ്ഞു വീഴുവോ? പക്ഷെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നവരല്ല. കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി പദം ലഭിക്കും. കാരണം മുസ്ലിം ലീഗിന്റെ ഭരണം എന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹൈന്ദവ ഉപനിഷത്തുക്കളുടെ ഭാഷയായ സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ടി മുഹമ്മദ് ബഷീർ സാഹിബ്. അങ്ങനെ ലീഗിന്റെ ചരിത്രം മതേതരത്വമാണ്. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ മതേതരത്വം പറയാൻ അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും മുന്തിയ പാർട്ടി മുസ്ലിം ലീഗാണ് എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുക. രാംകുമാർ സാർ, ഒറ്റ മിനിറ്റ്, എനിക്ക് ജയചന്ദ്രൻ മാഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വിചിത്രമായ ഒരാവശ്യം ലീഗ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടു. കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ബി ടീമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നതിൽ ആർക്കും അത്ഭുതമില്ല. വെള്ളാപ്പള്ളിക്കെതിരായിട്ട് കേസെടുക്കണം. ഏത് വകുപ്പനുസരിച്ചാണ് കേസെടുക്കുന്നത്? അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിന് മുൻഗണന കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇനി ശരീരത്തിൽ വല്ല വകുപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്. ശ്രീ KT ജലീൽ അടുത്ത കാലത്തൊരഭിപ്രായം പറഞ്ഞു, ചില പ്രത്യേക വിഭാഗം കേസുകളിൽ ഏത് സമുദായ അംഗങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുന്നത് എന്ന് ലീഗ് നേതൃത്വം പരിശോധിക്കണം. ആദ്യം KT ജലീലിൻ്റെ പേരിൽ കേസെടുത്തിട്ട് പോരെ വെള്ളാപ്പള്ളിയുടെ കാര്യം ആലോചിക്കൽ. കേട്ടുവരാം. എന്നിട്ട് ജയചന്ദ്രൻ മാഷിലേക്കും ശ്രീ രാംകുമാർ സാർ ക്ഷമിക്കണം. ആ മുസ്ലിം ലീഗിലെ മതമേലധ്യക്ഷന്മാര്, മതപണ്ഡിതന്മാർ വരെ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും പറയുകയും അവർ പറയുന്ന വാക്ക് കേൾക്കുവാൻ ഇടതുപക്ഷ ഗവൺമെന്റ് പോലും മുട്ടിക്കഴിഞ്ഞ വടക്കെന്ന് സമ്മതിക്കേണ്ട അവരുടെ ആവശ്യങ്ങളും ഡിമാൻഡുകളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അത് വളരെ കൂട്ടായ്മ. മലബാറിൽ അവര് ശ്രീകൃഷ്ണ പോലെ അവർക്കുണ്ട്. ജനസംഖ്യ ആനുപാതികമായി രാഷ്ട്രീയ അധികാരം വേണം, വിദ്യാഭ്യാസ നീതി ലഭിക്കണം, സാമ്പത്തിക നീതി ലഭിക്കണം. ഈഴവരെ അങ്ങേയറ്റം നമ്മുടെ വോട്ടുകൾ കൊടുത്ത് അകത്ത് കയറ്റി ഭരണത്തിലുള്ള പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്തുവാനുള്ള പ്രക്രിയയിൽ നിങ്ങൾ ചെയ്യണം. അതുപോലെ അസംബ്ലിയിലും നിങ്ങൾക്കറിയാമല്ലോ, തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ കണ്ണുരുട്ട് വിരട്ടൽ കേസെടുക്കണം എന്നുള്ള സംഗതി പ്രസ്താവന, അതിനൊക്കെ ശേഷമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആലുവയിൽ അല്പം മുമ്പ് പ്രസംഗിച്ചത്. ലാസ്റ്റ് വേർഡ് അങ്ങേക്ക്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന്റെ നേർ സാക്ഷ്യമാണ് വെള്ളാപ്പള്ളി സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കേറെ ബഹുമാനം തോന്നുന്നു ശ്രീകുമാർ സാറിനോട്. AK ആന്റണിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വിലങ്ങുകളുണ്ട്. ഞാൻ ശ്രീകുമാർ സാറിനെ ഓർമ്മിപ്പിക്കുന്നത്, കേരളത്തിൽ താങ്കളെപ്പോലെയുള്ള നൂറുകണക്കിന് ജനങ്ങളുടെ വികാരമാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കേവലം ഒരു മതഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി തള്ളിക്കളയുന്നതിന് പകരം അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്ന ഈ യാഥാർത്ഥ്യം, തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില കേരളത്തിലെ ജനത സ്വാഭാവികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവർ നേരിട്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് VS അച്യുതാനന്ദൻ പറഞ്ഞതും AK ആന്റണി മാറാട് കലാപത്തിന് ശേഷം പറഞ്ഞതും. ഇതേ മാറാട് കലാപത്തിൽ ഞാൻ വാണിവേലിനെ ഓർമ്മപ്പെടുത്തുന്നു, കളങ്കിതമായ ആരാധനാലയം കഴുകി തെളിവ് നശിപ്പിക്കാൻ ഒരു MP പോയിട്ടുണ്ടെങ്കിൽ അത് മതേതര സംരക്ഷണത്തിന് വേണ്ടിയാണോ? എല്ലാ പ്രതിഷേധ യോഗത്തിനും വാണിമേൽ കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ പൊതുയോഗങ്ങളിൽ 21 ഊരിയ കത്തിയുടെ എറിയാത്ത കഥകൾ കേൾക്കുന്നവരാണ് നമ്മൾ. അമ്പലനടയിൽ പച്ചയ്ക്ക് കട്ടിത്തൂക്കി കത്തിക്കുന്നവരോട് നടപടിയെടുക്കാത്തതും ഒരുപക്ഷെ നേതൃത്വത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്ന സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് വർത്തമാനകാല കേരളത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് കേരളം ചർച്ച ചെയ്യുന്നതും കേരളത്തിൽ നിരവധി ആളുകൾ
ആ വാർത്ത ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതും കേരളത്തിന്റെ മനസാക്ഷിയാണ്. നിർഭയമായിട്ട് അദ്ദേഹം പറയുന്നത്. ഒന്നുകൂടി അദ്ദേഹം പറയുന്നു, ഏത് കുന്തമെറിഞ്ഞാലും, എന്റെ ചിത്രമല്ല കോലമല്ല പച്ചയ്ക്ക് കത്തിച്ചാലും ഞാൻ പിന്മാറില്ലെന്ന് പറയുന്നതിന്റെ ആ സ്വരമുണ്ടല്ലോ, Right. അത് കേരളത്തിന്റെ പൊതുവായ ശബ്ദമാണ്, അത് കേരളത്തിന്റെ വികാരമാണ്. താങ്ക് യു. എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും നന്ദി. സമയക്കുറവ് മൂലം വൈൻഡപ്പ് ചെയ്യാണ് എഡിറ്റേഴ്സ് ചോയ്സ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജനം ടുനൈറ്റുമായി അനു എത്തും. നമസ്തേ.